സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു ശീലമായിരുന്നതും എന്നാൽ ഈ കാലത്ത് അധികം ശീലമാവാത്തതുമായ പ്രാർത്ഥനയെക്കുറിച്ച് ആഴമായ ബോധ്യങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കടന്നുപോയ ഒരു കാലത്തിൻ്റെ ശ്രേഷ്ഠമായ ശീലങ്ങളിൽ ഒന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബങ്ങൾ നിലനിന്നതും അനുഗ്രഹിക്കപ്പെട്ടതും അതിൻ്റെ പിന്നിലുണ്ടായ വാസ്തവവും കാരണവും. പ്രാർത്ഥിക്കുന്നവർ അന്യം നിന്ന് പോകുമ്പോൾ, പ്രാർത്ഥിക്കുന്നവരില്ലാതാവുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ശീലങ്ങൾ കൈമോശം വരുമ്പോൾ ഒരു കാലം അതിൻ്റെ നിലനിൽപ്പിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുന്ന ശീലം നമ്മുടെ കാലത്തും എല്ലാ ആത്മീയ മനുഷ്യരിലും ഉണ്ടാവണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ബൈബിളിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ നമുക്ക് അല്പമായി ഈ സമയത്തെ ഉപയോഗിക്കാം. പ്രാർത്ഥന വൈഭവം ആഴമായി ഉണ്ടായിരുന്ന അനേകം പേരുടെ ചരിത്രം ബൈബിളിൻ്റെ സമ്പത്താണ്. അനേകം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് എന്ന പൂർവ്വ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്ന് രണ്ട് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യനെ പ്രാർത്ഥനാ മനുഷ്യനാക്കി മാറ്റിയ ദൈവത്തിൻ്റെ വഴികളെ നമ്മൾ ധ്യാനിക്കുകയാണ്. യാക്കോബിൻ്റെ കഥ അധികം വിവരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്നും തനിക്ക് യാതൊരു അർഹതയുമില്ലാതിരുന്ന ഒരു അനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ടാണ് പിന്നീട് സഹോദരനായ ഏസാവ് തന്നെ വേട്ടയാടുമെന്ന് ഭയന്ന് അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് ഇയാൾ ഓടിപ്പോകുന്നത്. സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് യാക്കോബിന് ഉണ്ടായത്. അയാളുടെ പേര് പോലും കുതുകാല് പിടിക്കുന്നവൻ, കാല് വാരുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വഭാവത്തിൽ തന്നെ മറ്റൊരാളെ വഞ്ചിക്കാനും ചതിക്കാനും സ്വന്തമായി ലഭിക്കാൻ യാതൊരു അർഹതയുമില്ലാതിരുന്ന അവകാശങ്ങളെ സ്വന്തമാക്കാനും സഹജമായ ചില സ്വഭാവ ശീലങ്ങളുണ്ടായിരുന്ന ഈ മനുഷ്യൻ അമ്മയുടെ നിർബന്ധത്തിന് പ്രേരിതനായി എന്ന് പറയുന്നുണ്ട്. എങ്കിലും അങ്ങനെ അയാൾ അപ്പൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠന് കിട്ടേണ്ട അവകാശം തട്ടിയെടുക്കുകയാണ്. അർഹമല്ലാത്തത് സ്വന്തമാക്കുകയാണ്. തനിക്ക് ദൈവം ന്യായമായി തരാൻ സാധ്യതയില്ലാതിരുന്നെന്ന് അയാൾ വിശ്വസിച്ച ഒരു കാര്യം അയാൾ സ്വന്തമാക്കി കൈവശപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്തത് സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നീട് ഏതൊരാൾക്കും വന്നു ഭവിക്കാൻ സാധ്യതയുള്ള അസമാധാനങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് അയാളുടെയും ജീവിതം വഴുതി വീഴാനിടയായി. വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അയാൾക്കുണ്ടായി. അമ്മയുടെ ഉപദേശമനുസരിച്ച് എവിടേക്കെങ്കിലും പോകണം എന്ന് കരുതി അയാൾ വീട് ഉപേക്ഷിച്ച് ഓടുകയാണ്. അങ്ങനെ വീടുപേക്ഷിച്ച് യാത്രയാവുന്ന ഈ മനുഷ്യൻ 28-ാം അധ്യായത്തിൽ ഒരു സ്ഥലത്തെത്തുന്നു. ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേരാണ് ബൈബിള് പിന്നീട് കൊടുക്കുന്നത്. ദൈവത്തെ യാക്കോബ് എന്ന പൂർവ്വ പിതാവ് കണ്ടുമുട്ടിയ ഇടമാണ് ഇത്. ഈ ബഥേലിൽ വെച്ച് അത്ഭുതകരമായ ഒരനുഭവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായി. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഓർമ്മിച്ചെടുക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് കുറേ കൂടി വ്യക്തമായി മനസ്സിലാവും. പശ്ചാത്തലം എന്താണ്? സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോവാനാവാത്ത ഒരവസ്ഥ.
എത്തേണ്ട ഇടത്തെക്കുറിച്ച് യാക്കോബിന് മുൻപ് സൂചനയുണ്ടോ, അല്ലെങ്കിൽ അവിടെ മുമ്പ് പോയിട്ടുണ്ടോ, ആ സ്ഥലം ഏതാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ എത്തേണ്ട ഇടത്ത് എത്തിയിട്ടുമില്ല, പാതി വഴിയിൽ എവിടെയോ കുടുങ്ങിപ്പോയി, തിരികെ മടങ്ങാൻ ആവുകയുമില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങും എത്താത്ത ഒരവസ്ഥയിൽ അന്തിയാവുകയാണ്. വൈകുന്നേരമാവുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പുറത്തെ ഇരുട്ട് പതുക്കെ അകത്തേക്കും കയറുന്നു. മനോഹരമായി അതിൻ്റെ ഒരു സൂചന ബൈബിള് കരുതി വെക്കുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിലാണത്. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും അവിടെ രാത്രി ചെലവഴിക്കുകയും ചെയ്തു. വെറുതെ ഒരു അസ്തമയത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണണ്ട. അതിനുമപ്പുറത്ത് പുറത്തെ അന്ധകാരവും അകത്തെ അന്ധകാരവും ഒരുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വേദനിപ്പിക്കുകയാണ്. അയാൾ എന്തു ചെയ്യും? സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും ഇനി മടങ്ങിപ്പോകാൻ കഴിയുമോ എന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. എത്തേണ്ട ഇടം എത്തിയിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, പാതി വഴിയിൽ എവിടെയോ വിഭജിക്കപ്പെട്ട ഓർമ്മകളുമായി, നഷ്ടബോധങ്ങളുമായി, കൈവിട്ട കൈമോശം വന്ന വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്നുപോയ ഒരു ജീവിതവുമായി എങ്ങോട്ടെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇനി എന്തു ചെയ്യും, എന്തു ചെയ്യണം? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് യാക്കോബിന് വേണ്ടി ഒരു ദൈവദർശനം കർത്താവ് കരുതി വെക്കുന്നത്. യാക്കോബിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ, ഒരു മുഖാഭിമുഖം, ഒരു ദർശനം, ഒരു സ്വപ്നം ദൈവം കരുതി വച്ചു. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരു കല്ല് തലയണയാക്കി അയാൾ കിടന്നുറങ്ങി എന്ന് വചനം പറയുന്നു. ഒരു കല്ല് തലയണയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ഭാരം തലയ്ക്ക് ചുവട്ടിൽ, തലയ്ക്ക് മീതെ, സുഖകരമല്ലാത്ത ഒരു വിശ്രമം, സുഖകരമല്ലാത്ത ഒരു നിദ്ര. ആ നിദ്രയിൽ അയാളെ ദൈവം തേടിയെത്തി. അങ്ങനെ അയാളെ ദൈവം തേടിയെത്തുന്നത് ഒരു ദർശനത്തിലൂടെയാണ്. ആകാശം മുട്ടെ, സ്വർഗം മുട്ടെ ചാരി വച്ചിരിക്കുന്ന ഒരു ഗോവേണി അയാൾ സ്വപ്നം കണ്ടു. ആ ഗോവേണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദർശനം കണ്ട് ഉണരുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ണോട് കണ്ണ് കണ്ടു എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഒരു ബലിപീഠം പണിയുകയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു എന്ന് വചനം പറയുന്നു. ബേഥേൽ എന്ന് അതിന് പേരുമുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ബേഥേലിൽ സംഭവിച്ചത്? ബേഥേലിൽ സംഭവിച്ചത് യാക്കോബിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഒരു വ്യക്തമായ ബോധം, ഒരു അവബോധം ഈ മനുഷ്യൻ്റെ മനസ്സിൽ ആഴപ്പെടുവാൻ, വേരൂന്നുവാൻ സ്വർഗം അയാൾക്ക് വേണ്ടി അയാളുടെ ഈ പലായനത്തിൻ്റെ വഴിയിൽ കരുതി വെച്ച ദൈവദർശനം. ഒരു ഗോവേണി സ്വർഗത്തിലേക്ക് ചാരി വച്ചിരിക്കുന്നു. സ്വർഗത്തോളം വലിപ്പമുള്ളൊരു ഏണി ചാരി വെച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം? അത്രയും വലിപ്പമുള്ള ഒരു ഏണി ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നതിലും എളുപ്പം മറ്റൊരു ചിന്തയാണ്. അതായത്, സ്വർഗത്തോളം നീളമുള്ളൊരു ഏണി ഉണ്ടായി, ദൈവദൂതന്മാർ അതിലെ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്നതിനേക്കാൾ അധികമായി ഒരു ഏണി വച്ചാൽ ചാരാവുന്ന അത്ര താഴേക്ക് സ്വർഗം ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ സൂചന. സ്വർഗം അങ്ങ് അകലെ നിൽക്കുകയും അങ്ങ് അകലെ നിൽക്കുന്ന സ്വർഗത്തിലേക്ക് വലിയ ദീർഘമായ ഒരു ഏണി ചാരി വെക്കുകയും ചെയ്തു എന്നതിനേക്കാൾ മനുഷ്യന് ചിന്തിക്കാനും അനുമാനിക്കാനും എളുപ്പം ഒരേണി വച്ചാൽ ചാരാവുന്ന അത്ര താഴേക്ക് സ്വർഗം ഇറങ്ങി വന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പലായനം ചെയ്തവന്, കണ്ണീര് മാത്രം സ്വന്തമായവന്, മടങ്ങിപ്പോവാൻ ഒരിടമില്ലാത്തവന്, കയറിച്ചെല്ലാനും കാത്തിരിക്കാനും ആരും ഇല്ലാത്തവന്, ജീവിതത്തിൻ്റെ വഴിമുട്ടുന്ന ദശാസന്ധികളിൽ പകച്ചു പോകുന്നവന് വേണ്ടി താണിറങ്ങി വരാൻ ഒരു സ്വർഗമുണ്ട് എന്ന് യാക്കോബിന് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ ഈ മനുഷ്യൻ തിരിച്ചറിയുകയാണ്,
ഞാൻ വീട് ഉപേക്ഷിച്ചു. വീട് ഏതാണ്ട് ഒരു കണക്ക് പ്രകാരം ഒരു 30 കിലോമീറ്റർ പുറകിലാണ്. ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ഓടിയും നടന്നുമൊക്കെയാണ് ഈ മനുഷ്യൻ അന്തിയാവുമ്പോൾ ഈ ബഥേലിൽ എത്തി നിൽക്കുന്നത്. ഇനി തിരിച്ചൊരോട്ടത്തിന് വകയില്ല. കലിതുള്ളി കൊല്ലാൻ കാത്തു നിൽക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ, വേട്ടക്കാരനാണ് അയാൾ. ആ ജ്യേഷ്ഠ സഹോദരൻ മടങ്ങിയെത്തുമ്പോൾ തന്നെ ജീവനോടെ ബാക്കി വെച്ചേക്കുമോ എന്ന ആശങ്ക, ഭയം അയാളുടെ ഉള്ളിലുണ്ട്. മടങ്ങി വരരുതെന്നാണ് അയാൾക്ക് അമ്മ കൊടുക്കുന്ന ഉപദേശം. ഇനി കയറി ചെല്ലാൻ, ഇനി മുന്നോട്ട് പോകുമ്പോൾ എത്തിപ്പെടാനുള്ള സ്ഥലം എവിടെയാണ്? വ്യക്തതയൊന്നുമില്ല. പാതി വഴിയിൽ എവിടെയോ മോഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ശൂന്യമായി പോകുന്ന ഒരു ദുരവസ്ഥയിൽ, കൈമോശം വന്നു പോകുന്നൊരു ജീവിതവും കൈപിടിച്ച് എങ്ങോട്ടെന്നറിയാതെ ഒരാൾ നടുങ്ങി നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി സ്വർഗം മനോഹരമായ ഒരു ദൂത് കരുതി വെക്കുന്നു. നിൻ്റെ അപ്പൻ ദൂരെയാവാം, അമ്മ ദൂരെയാവാം, വീട് ദൂരെയാവാം, പ്രിയപ്പെട്ടവരും സ്നേഹിക്കുന്നവരും കരുതുന്നവരും കാത്തു നിൽക്കുന്നവരും ദൂരെയാവാം. പക്ഷേ ദൂരെയാവാത്ത ഒരിടമുണ്ട്, ദൂരെയാവാത്ത ഒരാളുണ്ട്. ദൂരെയാകാത്ത ഇടത്തിൻ്റെ പേര് സ്വർഗമെന്നാണ്, ദൂരെയാവാത്ത ആളിൻ്റെ പേര് ദൈവമെന്നാണ്. പലായനം ചെയ്യുന്നവൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എൻ്റെ അടുത്ത് ഒരു ഏണി വച്ചാൽ കയറാവുന്ന അത്ര ഉയരത്തിൽ ഒരു സ്വർഗമുണ്ട് എന്നുള്ളതാണ്. കണ്ണുനീരിൽ കഴിയുന്നവൻ്റെ ആശ്വാസം, ദുഃഖത്തിൽ കഴിയുന്നവൻ്റെ ആശ്വാസം, എങ്ങോട്ടെന്നറിയാതെ ഓടുന്നവൻ്റെ ആശ്വാസം, എനിക്ക് ഒരു ഏണി വച്ചാൽ കയറാവുന്ന അത്ര അടുത്ത് സ്വർഗമുണ്ടെന്നാണ്. അങ്ങനെ അയാൾക്ക് മനസ്സിലായി, അപ്പൻ ദൂരെയാണെങ്കിലും ദൈവം അടുത്താണ്. അതങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് ദൈവം. ഈ ദർശനമുണ്ടാകുമ്പോൾ ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഗോവേണിയുടെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുകയും ദൈവദൂതന്മാർ അതിലെ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഗോവേണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് യാക്കോബിനെ പേര് വിളിച്ചിട്ട് അവനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവം അവനോട് പറയാതെ പറയുന്നത് എന്താണ്? അവനോട് പറയുന്നത്, യാക്കോബേ, വീട് ദൂരെയാണ്. യാക്കോബേ, അപ്പനും അപ്പൻ്റെ അപ്പനും അവരുടെ ഓർമ്മകളും പൈതൃകവും ഒക്കെ ദൂരെയാണ്. പക്ഷേ യാക്കോബേ, നിന്നോട് ദൈവത്തിന് പറയാനുള്ളത്, അപ്പൻ ദൂരെയാണെങ്കിലും അപ്പൻ്റെ ദൈവം വളരെ അടുത്താണ്. അപ്പൻ ദൂരെയാണെങ്കിലും അപ്പൻ്റെ ദൈവം അടുത്താണ്. വീട് ദൂരെയാണെങ്കിലും സ്വർഗം വളരെ അടുത്താണ്. ഒരു ഏണി വെച്ചാൽ കയറാവുന്ന അത്ര ഉയരത്തിൽ താഴേക്കിറങ്ങി വരുന്ന സ്വർഗത്തിൽ ദൈവം പറയുന്നു, നിൻ്റെ അടുത്ത്, അപ്പനേക്കാൾ അടുത്ത്, നിനക്ക് സുരക്ഷിതത്വം നൽകുന്ന ഇടങ്ങളെക്കാൾ അടുത്ത്, നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് ചിന്തിക്കുന്നവരെക്കാൾ അടുത്ത്, നിനക്ക് ആശ്വാസം തരുമെന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളെക്കാൾ അടുത്ത് ദൈവമുണ്ട്, സ്വർഗമുണ്ട് എന്ന് ഈ മനുഷ്യന് ബോധ്യം വരുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ആദിപാഠം ഇതാണ്. പ്രാർത്ഥിക്കുന്നവന്, പ്രാർത്ഥിക്കേണ്ടവന്, പ്രാർത്ഥിക്കാൻ സന്നദ്ധനാവുന്നവന് ദൈവം കൊടുക്കുന്ന മനോഹരമായ ആദ്യത്തെ സൂചന ഇതാണ്: സ്വർഗം വളരെ അടുത്താണ്. പ്രിയപ്പെട്ടവർ ദൂരെയാണെങ്കിലും, സ്വന്തങ്ങൾ ദൂരെയാണെങ്കിലും, സ്വപ്നങ്ങൾ ദൂരെയാണെങ്കിലും, ആഗ്രഹങ്ങൾ ദൂരെയാണെങ്കിലും, വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വട്ടം ചുറ്റി നിൽക്കുന്ന നിസ്സഹായ സായാഹ്നങ്ങളിൽ അസ്തമയ സൂര്യൻ ഇരുട്ടവശേഷിപ്പിച്ച് എങ്ങോട്ടെന്നറിയാതെ യാത്രയാവുന്നൊരു ജീവിതത്തെ ഇരുട്ടിൻ്റെ കരിമ്പടം പൊതിയുമ്പോൾ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, എങ്ങോട്ടെന്നറിയാതെ ഓടുന്നവനോട് സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുക, നിൻ്റെ ദൈവം വളരെ അടുത്താണ്. പുതിയ നിയമത്തിൽ അതിന് മനോഹരമായ ഒരു ജീവിത സാക്ഷ്യമുണ്ടായി. യേശു എന്ന ദൈവം മനുഷ്യനോട് വളരെ ചേർന്ന്, അവൻ്റെ നിശ്വാസങ്ങളോട് വളരെ ചേർന്ന് യേശു സഞ്ചരിച്ചു. ഇമ്മാനുവേൽ എന്നായിരുന്നു അവൻ്റെ പേര്. ദൈവം നമ്മോടുകൂടെ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. പിന്നീട് അവൻ പറഞ്ഞു, മടങ്ങിപ്പോകും മുമ്പ് ശിഷ്യന്മാരെ അടുത്ത് പിടിച്ചു നിർത്തി കരയരുതെന്ന് പറഞ്ഞുകൊണ്ട്, ദുഃഖിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ബൈബിൾ അവസാനിക്കുന്നത് പോലും അങ്ങനൊരു പ്രതീക്ഷ ബാക്കി വെച്ചുകൊണ്ടാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു വരി എഴുതി വെക്കുന്നുണ്ട് യോഹന്നാൻ: ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഇനി ദുഃഖമില്ല,
മുറവിളിയില്ല, കണ്ണുനീരില്ല, വിലാപങ്ങളില്ല. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. പ്രാർത്ഥിക്കുന്നവൻ്റെ ആദ്യത്തെ ഉറപ്പ് ഇതാണ്: മനുഷ്യർ ദൂരെയാണെങ്കിലും ദൈവം വളരെ അടുത്താണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ബോധ്യം കിട്ടിയ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പോൾ ബഥേലിൽ പാതി വഴിക്ക് കുടുങ്ങിപ്പോയ യാക്കോബ് ബഥേലിൽ അവസാനിച്ചില്ല. ബഥേലിൽ വെച്ച് ദൈവത്തിൻ്റെ ദർശനം കിട്ടിയവൻ, പ്രാർത്ഥിക്കാൻ ഒരു ഉറപ്പ് കിട്ടിയവൻ, പ്രാർത്ഥിച്ചതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് കരുതിയവൻ, പ്രാർത്ഥിച്ചാലേ പ്രയോജനമുള്ളൂ എന്ന് മനസ്സിലായവൻ, ദൈവം കൂടെ ഉണ്ടാവും എന്ന ആഴമായ ബോധ്യം ഉള്ളിലേക്ക് നിറഞ്ഞു കിട്ടിയവൻ, അവൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എങ്ങോട്ടാണോ പോകേണ്ടതെന്ന് ഉപദേശിച്ച് കൊടുത്തത് ആ ലാബാൻ്റെ അമ്മയുടെ സഹോദരൻ്റെ അടുത്തേക്ക് അവൻ ഓടിപ്പോയി. അവിടെ ചെന്നിട്ട് പിന്നീട് അവൻ ചെലവഴിക്കുന്ന വർഷങ്ങൾ എണ്ണിയെടുക്കുമ്പോൾ ഏതാണ്ട് 20 വർഷം അയാൾ അവിടെ താമസിച്ചു എന്ന് ബൈബിൾ പറയുന്നു. 20 വർഷം ഏതായാലും ആനന്ദങ്ങളുടെ വർഷങ്ങളൊന്നുമല്ല, നല്ലതുപോലെ കഷ്ടപ്പെട്ട വർഷങ്ങളാണിത്. ഈ മനുഷ്യൻ നല്ലതുപോലെ അധ്വാനിച്ച വർഷങ്ങളാണിത്. അതിൻ്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ വചനം തരുന്നുമുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ്റെ കൂടെ നല്ലതുപോലെ പണിയെടുത്തിട്ട് ഒടുവിൽ 2 വിവാഹങ്ങളും കഴിഞ്ഞ് ഭാര്യമാരെയും മക്കളെയും സമ്പാദ്യങ്ങളെയും ഒക്കെ കൂട്ടി ഈ ജീവിക്കുന്നൊരു സമയത്ത് യാക്കോബിൻ്റെ ഉള്ളിൽ ഒരു പഴയ വേദന കിടപ്പുണ്ട്, ഒരു ഭൂതകാല സങ്കടമുണ്ട്, കഴിഞ്ഞ കാലത്തെ ഒരു ദുഃഖമുണ്ട്. വഞ്ചിച്ചെടുത്ത ഒരു അവകാശവും കൊണ്ട് ഓടി വന്ന ഒരാളാണ്, സ്വന്തമായി അർഹതയില്ലാത്തത് കൈവശമാക്കിയ ഒരാളാണ്. എന്നെങ്കിലും ഒരിക്കൽ അർഹിക്കാത്തത് തട്ടിയെടുത്ത ആത്മദുഃഖങ്ങൾ അയാളെ നോവിക്കാതിരിക്കുമോ? അങ്ങനെ സുഖകരമായി കഴിഞ്ഞ കാലത്തിൻ്റെ തിന്മകളെയും മറച്ചു വെച്ച് ജീവിക്കാൻ കഴിയുമോ? ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാലം അയാൾ അതിനെ നേരിട്ടേ മതിയാവൂ. എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, മടങ്ങിപ്പോകണ്ടേ. 20 വർഷം കഴിഞ്ഞു, വർഷങ്ങൾ കുറേ കഴിഞ്ഞു. വേറൊരു ദേശത്തിൻ്റെ അധിപനോളം അയാളുടെ സമൃദ്ധി വളർന്നു. ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി, സമ്പത്തുണ്ടായി, സമൃദ്ധിയുണ്ടായി. എണ്ണിയാലൊടുങ്ങാത്ത സമ്പാദ്യങ്ങളുടെ അധിപനായി വാഴുമ്പോഴും ഉള്ളിലെ ആ ഭൂതകാലത്തിൻ്റെ, കഴിഞ്ഞ കാലത്തിൻ്റെ ദുഃഖം അയാളെ വേട്ടയാടി. മടങ്ങിപ്പോകണ്ടേ? മടങ്ങിപ്പോകണം. മടങ്ങിപ്പോവാൻ പറ്റുമോ? അമ്മയെ കണ്ടിട്ട്, അപ്പനെ കണ്ടിട്ട്, വഞ്ചിച്ചിട്ട് കടന്നുപോയ സഹോദരനെ കണ്ടിട്ട് ഒക്കെ എത്രയോ കാലങ്ങളാവുന്നു. അയാളുടെ ഉള്ളിലിരുന്ന് ഒരു കുഞ്ഞ് കരഞ്ഞു, അയാളുടെ ഉള്ളിലിരുന്ന് ഒരു കുട്ടി വേദനിച്ചു, അയാളുടെ ഉള്ളിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ നടുങ്ങി. പലായനത്തിൻ്റെ 20 വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് തീരുമാനിച്ചു മടങ്ങിപ്പോവുകയാണ്. എല്ലാവരെയും കൂട്ടി, പ്രിയപ്പെട്ടതായിട്ട് ഈ കാലത്തിനിടയിൽ സ്വരുക്കൂട്ടിയ സകലരെയും, പ്രിയപ്പെട്ടതായി സമ്പാദിച്ചു കൂട്ടിയ സകലതിനെയും കൂടെ കൂട്ടി മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ യാബോക്ക് എന്ന ഒരു നദി, ആ നദിയുടെ മറുകരയിൽ എത്തണം. യാബോക്ക് എന്ന നദിയുടെ മറുകരയിലെത്തണം വീടെത്താൻ. അപ്പോൾ മറുകരയിൽ ആവണം വീട്. അപ്പോൾ ഈ നദി കടന്നാലേ മറുകര എത്താനാവൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയാവുകയാണ് അവിടെയും. രാത്രിയാവുക എന്ന് ബൈബിൾ പറയുമ്പോൾ ഒരു പുറത്തുള്ള രാത്രി മാത്രമല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചു, മറിച്ച് ഉള്ളിലും ഒരു ഇരുട്ടാവുകയാണ്. അവിടെ ഈ വർഷങ്ങൾ 20 കഴിഞ്ഞെങ്കിലും പഴയ ആ വൈരാഗ്യം, വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു ജ്യേഷ്ഠനുണ്ട്. എങ്ങനെ അഭിമുഖീകരിക്കും? എങ്ങനെ എത്തിപ്പെടും? ഒരുപക്ഷെ മരണം പോലും സംഭവിക്കും, ജീവൻ പോലും കവർന്നെടുക്കപ്പെടാൻ സാധ്യതയുണ്ടാവും. അങ്ങനെ ഈ മനുഷ്യൻ യാബോക്ക് നദിയുടെ തീരത്ത് നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു എന്നറിയാമോ? അയാൾ രാത്രി ആകുമ്പോൾ, വൈകുന്നേരം അന്തിയാവുമ്പോഴേക്കും ഭാര്യമാരെയും മക്കളെയും സമ്പാദ്യങ്ങളെയും മുഴുവൻ ഈ നദിയുടെ മറുകര എത്തിച്ചിട്ട് ഈ നദിക്കിക്കരെ ആ രാത്രി അയാൾ കരഞ്ഞു നിന്നു. മൽപ്പിടുത്തം നടത്തി എന്നൊരു വാക്കാണ് ബൈബിൾ ഉപയോഗിക്കുന്നത്. ദൈവദൂതനുമായി അയാൾ ഒരു വഴക്കിലേർപ്പെട്ടു, ഒരു കായിക യുദ്ധത്തിലേർപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ അർത്ഥം എന്താ? യാക്കോബ് ദൈവദൂതനുമായി, ഈ രൂപമില്ലാത്തൊരു ദൂതനുമായി രൂപമുള്ളൊരു യാക്കോബ് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്? യുദ്ധം ചെയ്തു എന്നൊന്നുമല്ല, മൽപ്പിടുത്തം നടത്തിയെന്നല്ല, രണ്ടുപേരും തമ്മിൽ കായിക ബലം പരിശോധിച്ചു എന്നൊന്നുമല്ല. ആ രാത്രി മുഴുവൻ യാബോക്ക് എന്ന നദിയുടെ തീരത്തെ മണൽത്തിട്ടയിൽ മുട്ടുകുത്തി യാക്കോബ് ദൈവവുമായി, ദൈവദൂതനുമായി പ്രാർത്ഥനയുടെ ഒരു യുദ്ധം നടത്തി.
എന്താണ് പ്രാർത്ഥന? മറുകര കടന്നു ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കുന്ന സഹോദരന് മാറ്റമുണ്ടാവണം. വീട്ടിലേക്ക് 20 കൊല്ലങ്ങൾക്ക് ശേഷം വഞ്ചിച്ചെടുത്ത ഒരായുസിൻ്റെ സമ്പാദ്യങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ കാത്തിരിക്കുന്നത് സമാധാനത്തിൻ്റെ അന്തരീക്ഷമാവണം. കലഹമുണ്ടാവരുത്, യുദ്ധമുണ്ടാവരുത്, ഭിന്നതയുണ്ടാവരുത്, സഹോദരന്മാർ തമ്മിൽ അംഗം വെട്ടരുത്. അതാണ് യുദ്ധം, അതാണ് മൽപ്പിടുത്തം. ഉള്ളിലെ സംഘർഷമാണ് ഈ മൽപ്പിടുത്തം. ദൈവദൂതനുമായി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ അവൻ്റെ യുദ്ധം നടത്തി, ഒരു പോരാട്ടം നടത്തി. എന്നിട്ട് അയാൾ ദൈവത്തോട് പറയാതെ പറഞ്ഞു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നും സംഭവിക്കരുത്, എൻ്റെ സഹോദരന് മാറ്റമുണ്ടാവണം. അങ്ങനെ തന്നെയാവണം ആ രാത്രിയിൽ സംഭവിച്ചത്. ആ യുദ്ധത്തിനൊടുവിൽ ദൈവദൂതൻ അയാളോട് പറയുകയാണ്, എന്നെ വിടുക, ഞാൻ പോവട്ടെ. അവിടെയാണ് ആ വചനത്തിൻ്റെ പൊരുൾ കിടക്കുന്നത്. അതിൻ്റെ മർമ്മം, താക്കോൽ അവിടെയാണ്. ദൂതനാണ് പറയുന്നത്, എന്നെ വിടുക. പ്രിയപ്പെട്ടവരെ, ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു യുദ്ധം നടത്തിയാൽ ബലമുള്ളവൻ ജയിക്കും എങ്കിൽ ദൈവമല്ലേ ജയിക്കേണ്ടത്? ജയിക്കുന്നവൻ തോറ്റവനോട് പറയുമോ, എന്നെ വിടാൻ പറയുമോ? ജയിക്കുന്നവൻ തോറ്റവനോട് പറയുന്നതിന് പകരം തോറ്റവൻ ജയിക്കുന്നവനോടാണ് പറയുന്നത്, എന്നെ വിടാൻ. പക്ഷെ ഇവിടെ ആരാ പറഞ്ഞത് ദൈവദൂതനാണ്, നീ എന്നെ വിടുക, ഞാൻ പോവട്ടെ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിച്ച് ഈ രാത്രി മുഴുവൻ ദൈവത്തോട് പോരാടിയവനോട് ദൈവം പറയുകയാണ്, മതി, എന്നെ വിട്, ഞാൻ പോട്ടെ. അപ്പോൾ ആരാ ശരിക്കും തോറ്റത് യാക്കോബല്ല, ദൈവമാണ്. ബഥേലിൽ വെച്ച് അങ്ങനെ ഒരു അനുഭവം കിട്ടിയവൻ ഈ പെനുവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും, ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ദൈവദൂതനുമായി യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും യാക്കോബിനറിയാം, പ്രാർത്ഥിച്ചാൽ തോൽക്കുന്നത് ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തോൽക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് യാക്കോബിനറിയാം. അതുകൊണ്ട് തന്നെ യാക്കോബ് ആ രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി. ഒടുവിൽ ദൈവം പറഞ്ഞു, എന്നെ വിടുക. യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കുക. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം, ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യാക്കോബ് മറുകര കടന്നു ചെല്ലുമ്പോൾ ദൈവദൂതൻ്റെ മുഖം പോലെ സഹോദരൻ്റെ മുഖം കണ്ടുവെന്നും സഹോദരൻ ഓടി വന്ന് അവനെ ആശ്ലേഷിച്ചുകൊണ്ട് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുവെന്നും ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിചാരങ്ങളെ നമുക്ക് സംഗ്രഹിക്കാം. പ്രാർത്ഥിക്കുന്നവന് സമീപസ്ഥനാവുന്ന ഒരു ദൈവം, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുത്തേക്ക് താണിറങ്ങി വരുന്ന സ്വർഗം. ബഥേലിൽ വെച്ച് യാക്കോബിന് അത് വെളിപ്പെട്ട് കിട്ടി. പെനുവേൽ എന്ന ജീവിതത്തിൻ്റെ സംഘർഷഭൂമിയിൽ വെച്ച് അയാളത് പരിശോധിച്ചു, പരീക്ഷിച്ചു. ഒരു രാത്രി മുഴുവൻ യാബോക്കിൻ്റെ കടവിലെ മണൽത്തിട്ടയിൽ മുട്ടുകുത്തി യാക്കോബ് ദൈവവുമായി ഒരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ദൈവം പരാജയപ്പെട്ടു, യാക്കോബ് വിജയിച്ചു. നദി കടന്ന് മറുകരയെ എത്തുമ്പോഴേക്കും ആനന്ദത്തിൻ്റെ വസന്തോത്സവങ്ങൾ അയാളെയും കാത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിനു വേണ്ട കൃപ നമുക്ക് സമ്മാനിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിലെ പെനുവേലിൽ ദൈവം അദ്ദേഹത്തിന് നൽകിയ ദൈവദൂതൻ്റെ മൽപ്പിടുത്തവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുടെ ഒരർത്ഥത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ മുമ്പിൽ മൽപ്പിടുത്തം നടത്താൻ മനുഷ്യൻ തയ്യാറായി എന്നുള്ളതാണ് യാക്കോബിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രത്യേകത.
യാബോക്ക് നദിയുടെ തീരത്ത് അയാൾ ഒരു രാത്രി മുഴുവൻ ദൈവവുമായി പ്രാർത്ഥനയുടെ സമരം ചെയ്തു. പുലരിയാവുമ്പോൾ യാക്കോബ് ജയിക്കുകയും ദൈവം പരാജയപ്പെടുകയും ചെയ്തു. പ്രാർത്ഥനയിൽ മനുഷ്യൻ ജയിക്കും, ദൈവം തോൽക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തോറ്റു തരാൻ ദൈവം തയ്യാറാവും എന്നാണ് യാക്കോബിൻ്റെ ജീവിതവും യാബോക്ക് നദിയുടെ തീരത്തെ അദ്ദേഹത്തിൻ്റെ മൽപ്പിടുത്തവും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ തോറ്റു തരാൻ തയ്യാറാവുന്ന ഒരു ദൈവം. മനോഹരമാണത്. മറ്റൊന്നുകൊണ്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ദൈവത്തെക്കാൾ ഉയരാനാവില്ല. പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിയ അനേകരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് ബലഹീനത ഉണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തിനൊരു ബലഹീനത ഉണ്ടാവുമോ? ദൈവമെന്ന് പറയുമ്പോൾ തന്നെ ബലഹീനതയില്ലാത്ത ആൾ എന്ന് ഏത് കുഞ്ഞിനും അറിയാം. പക്ഷേ ദൈവത്തിന് ബലഹീനത ഉണ്ട്. ദൈവത്തിൻ്റെ ബലഹീനത എന്താണ്? ദൈവത്തിൻ്റെ ബലഹീനത പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീരിനെ കടന്നു പോവാൻ കഴിയാത്തതാണ് ദൈവത്തിൻ്റെ ബലഹീനത. നമ്മുടെ ദൈവത്തിന് ഈ വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണുനീരിനെ കടന്നു പോകാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. ഇത് സ്നേഹത്തിൻ്റെ ബലഹീനതയാണ്. സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ബലഹീനതയാണ്. സ്നേഹിക്കുന്നവരുടെ കണ്ണുനീരിനെ, മുട്ടിപ്പായി കരയുന്നവരുടെ കണ്ണുനീരിനെ കടന്നു പോകാൻ കഴിയാത്ത ഒരു ദൈവം. ഈ ബലഹീനതയെ ചൂഷണം ചെയ്ത അനേകം വ്യക്തികളെ ബൈബിള് പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു രണ്ടാം പാഠം ദൈവത്തെ പരാജയപ്പെടുത്താൻ നമ്മുടെ കണ്ണുനീരിന് കഴിയും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ നമ്മുടെ കണ്ണുനീരിന് കഴിയും എന്നുള്ളതാണ്. ദൈവത്തെ തടഞ്ഞു നിർത്താൻ നമ്മുടെ കണ്ണുനീരിന് കഴിയും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളെ നമ്മളിന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ ആൾ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നാം പരിചയപ്പെടുന്ന ഹന്ന എന്ന ഒരു സ്ത്രീയാണ്. ഹന്നയെക്കുറിച്ച് നമുക്കറിയാം. ഏൽക്കാന എന്നൊരു മനുഷ്യൻ്റെ 2 ഭാര്യമാരിൽ രണ്ടാമത്തെ ഭാര്യയാണ് ഹന്ന. ആദ്യത്തെ ഭാര്യ പെനീന്നായിക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായിക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരേ വീട്ടിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഒരേ ഭവനത്തിൽ 2 വ്യക്തികളോട് 2 രീതിയിൽ പെരുമാറിയ ദൈവം. ഒരേ സാഹചര്യങ്ങളിൽ കഴിയുന്ന 2 പേർക്കിടയിൽ സമാനതകൾ ഉണ്ടാവണമെന്നില്ല. നിൻ്റെ ഗതിയാവണമെന്നില്ല എൻ്റെ ഗതി, നിൻ്റെ വിധിയാവണമെന്നില്ല എൻ്റെ വിധി, നിൻ്റെ സാഹചര്യങ്ങളാവണമെന്നില്ല എൻ്റെ സാഹചര്യം. പൊരുത്തക്കേടുകളുടെ ആകത്തുകയാണ് ഭൂമി. അസമാനതകളുടെ, പൊരുത്തമില്ലായ്മകളുടെ, ക്രമമില്ലായ്മകളുടെ, താരതമ്യപ്പെടുത്താനാവാത്ത വിധം പൊരുത്തക്കേടുകളുള്ള ഭൂമിയായത്. അങ്ങനെ വരുമ്പോൾ ഈ പൊരുത്തക്കേടുകളെ, മറ്റൊരാൾക്ക് കിട്ടിയതും നമുക്ക് നിഷേധിക്കപ്പെട്ടതുമായ പൊരുത്തക്കേടുകളെ നമ്മളെങ്ങനെ നേരിടും? ഹന്നായുടെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. ഏൽക്കാനയുടെ 2 ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യയ്ക്ക് മക്കളും രണ്ടാമത്തെ ഭാര്യയ്ക്ക് മക്കളില്ലാത്ത സങ്കടവും ദൈവം കരുതി വെക്കുമ്പോൾ ഹന്ന എന്തു ചെയ്യും? ഹന്നയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വളരെ സംയമനത്തോടുകൂടി ഈ ദുരന്തത്തെ നേരിടാൻ അവൾ ശ്രമിച്ചു എന്നാണ്. പെനീന്ന നിരന്തരം ഇവരുടെ അനപത്യ ദുഃഖം, മക്കളില്ലാത്ത ദുഃഖം ചൂണ്ടിക്കാണിച്ച് വേട്ടയാടാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒത്തിരി സംയമനം പാലിക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയായിട്ട് ഇവിടെ നാം കാണുന്നുണ്ട്. എന്നാൽ എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ഉള്ളിലിങ്ങനെ ഉറഞ്ഞുകൂടുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ആകുലതകളുമൊക്കെ നിരന്തരമായ വേദനയായി മാറിയപ്പോൾ ഒരു ദിവസം ഹന്ന ഭക്ഷണം കഴിക്കാൻ വൈമുഖ്യം കാണിച്ചു. ആഹാരം വേണ്ട എന്നവൾ പറഞ്ഞു. ഏൽക്കാന വന്ന് അവളോട് പറയുന്നത്, ഹന്ന, ഞാൻ നിനക്ക് 10 മക്കളെക്കാളും വലുതല്ലേ എന്ന് പറഞ്ഞ് അവളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ദൈവാരാധനയ്ക്ക് പോയ ഒരു പശ്ചാത്തലത്തിലാണിത്.
അവൾ മുഖം കഴുകി കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് ബൈബിള് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങളുടെ നടുവിൽ ദൈവമക്കൾ എന്തു ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചനയാണ് ഹന്നായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. ഹന്ന ദുഃഖങ്ങളുടെ നടുവിൽ പ്രകോപിതയാവാതെ, സങ്കടങ്ങളിൽ, അമിത നിരാശകളിൽ, അമിത ഭാരങ്ങളിൽ അകപ്പെട്ടു പോവാതെ അവൾ ദൈവത്തെ ആശ്രയിച്ചു എന്നുള്ളതാണ് ഹന്നായുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രത്യേകത. ഒത്തിരി സങ്കടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുഴുവൻ? ആഗ്രഹിക്കുന്നത് മാത്രമാണോ ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങൾ? മോഹിക്കാത്തതും ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതുമായ എത്രയോ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങൾ, ദുരന്തങ്ങൾ, ആകസ്മികതകൾ, ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ദുഃഖങ്ങൾ, രോഗവും കടക്കണിയും സങ്കടങ്ങളും പരിത്യക്തതയും നിരാശാബോധങ്ങളും, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സങ്കടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യർ പലപ്പോഴും ഈ സങ്കടങ്ങൾക്ക് നടുവിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരുടെ ദുരന്തം. നമ്മൾ ഈ സങ്കടങ്ങളുടെ നടുവിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. ദുഃഖമുണ്ട് എന്നുള്ളതല്ല, ഈ ദുഃഖത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു. അമിത ദുഃഖത്തിൽ, അമിത നിരാശയിൽ, അമിതമായ ഡിപ്രഷനുകളിൽ നമ്മൾ കുരുങ്ങിപ്പോകുന്നു. ഹന്നായ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെ ഹന്ന ഇതിനെ എങ്ങനെ നേരിട്ടു എന്ന് ചോദിച്ചാൽ, ഹന്ന ഈ പ്രതിസന്ധിയിലേക്കല്ല നോക്കിയത്. മനോഹരമായി സങ്കീർത്തനം അത് പറഞ്ഞു വച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നാം ആകെ നോക്കുന്നത് ഈ പ്രതിസന്ധിയിലേക്കാണ്. ഈ പരിഹാരമില്ലെന്ന് നാം ചിന്തിക്കുന്ന പ്രശ്നത്തിലേക്കാണ് നമ്മുടെ നോട്ടം. നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കി അമിതമായ നിരാശകളിൽ നമ്മുടെ ജീവിതത്തെ കുരുക്കിയിട്ടു. ഹന്ന നോക്കിയത് അവളുടെ മക്കളില്ലാത്ത ദുഃഖത്തിലേക്കല്ല. ഹന്ന നോക്കിയത് ഈ മക്കളെക്കാളും ഈ മക്കളില്ലാത്ത ദുഃഖത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരാളെ അവൾക്ക് പരിചയമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിത ദുരന്തങ്ങളെ നേരിടാൻ ഒരു പരിചയം ആവശ്യമുണ്ട്. പരിചയപ്പെടേണ്ടവനെ നമുക്കറിയാമോ എന്നുള്ളതാണ് പ്രശ്നം. സ്വർഗവുമായി ഒരു ബിസിനസ്സിന് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് വിഷയം. പണ്ടൊക്കെ നാം ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ തലമുറകളിൽ അതിരാവിലെ ഉണരുന്ന മാതാപിതാക്കൾ, അവരെ കണ്ടു വളർന്ന മക്കളായിരുന്നു നമ്മൾ. വളരെ പുലരിയിലെ വളരെ നേരത്തെ ഉണരുകയും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയും ചെയ്ത പാവപ്പെട്ട മനുഷ്യർ. ഭൂമിയിൽ ഒരാളുടെയും മുഖം കാണുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് വാശി പിടിച്ചവർ. ഭൂമിയിൽ ആരോടും ഒരു വാക്ക് പോലും ഉരിയാടുന്നതിന് മുമ്പ് ദൈവത്തോടൊരു വാക്ക് മിണ്ടണമെന്ന് ശഠിച്ചിരുന്നവർ. ഭൂമിയിൽ ആരുടെയും മുമ്പിൽ ഒരു ബന്ധത്തിന് പോകുന്നതിന് മുമ്പ്, ആരോടും ഒരു ബിസിനസ്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ഒരു ബന്ധമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ. അങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടുകുത്തിയ ഒരു തലമുറയുടെ അനുഗ്രഹങ്ങളെ നമുക്ക് കൈമുതലായിട്ടുള്ളൂ. നോക്കണ്ടിടത്തേക്ക് നോക്കാൻ അവർക്കറിയാമായിരുന്നു. അവർ അവനിലേക്ക് നോക്കി, അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹന്ന വ്യത്യസ്തമായല്ല ചിന്തിച്ചത്. അതുകൊണ്ട് ഈ ഭാഗത്തിന് ശേഷം ബൈബിൾ പറയുന്നത് ഷീലോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആരാധനയ്ക്ക് അവർ പോകുന്നത്. ഷീലോയിൽ വെച്ച് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം വീട്ടിൽ വീണ്ടും ഈ ദുഃഖാധിക്യത്തിൻ്റെ നടുവിലേക്ക് അകപ്പെട്ടു പോവാതെ ഹന്ന പതുക്കെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ നേരെ പോകുന്നത്, താമസിക്കുന്ന ഇടത്തു നിന്നും നേരെ പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്, ദേവാലയത്തിലേക്കാണ്. ദേവാലയം എന്ന് പറയുമ്പോൾ അന്ന് ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ട പ്രത്യേക സാഹചര്യത്തിലേക്ക് അവൾ കടന്നുപോയി. ആ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. പുരോഹിതൻ്റെ പേര് ഏലി എന്നാണ്. ഈ പുരോഹിതൻ ദേവാലയ വാതിൽക്കൽ ഒരു പീഠത്തിലിരുന്ന് ദേവാലയത്തിലേക്ക് വരുന്നവരെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹന്ന ഈ ദുഃഖത്തിൻ്റെ ആധിക്യത്തിൽ, സങ്കടങ്ങളുടെ നിറവിൽ പുരോഹിതനെ കാണാതെ
അവൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് കയറി. ദേവാലയത്തിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് അവളെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഒരു ബലഹീനതയേ ഉള്ളൂ, കണ്ണുനീരിനെ മറികടക്കാനാവുന്നില്ല എന്ന ബലഹീനത. നല്ലതുപോലെ ഈ വിഷയമറിയാവുന്ന ഹന്ന എന്ന ആ സ്ത്രീയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൾ മനസ്സ് നൊന്ത് കരഞ്ഞു. മനുഷ്യരോട് കരയുന്നത് നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുമോ? മനുഷ്യരോട് ദുഃഖങ്ങൾ പറഞ്ഞ് പങ്കിട്ട് വിലപിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുമോ? മനുഷ്യരോട് ഷെയർ ചെയ്യുന്നത് എത്രമാത്രം നമ്മളെ ബലപ്പെടുത്തിയേക്കും? കരയാൻ എവിടെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാവണം എന്ന് ഈ സ്ത്രീ ഓർമ്മിപ്പിക്കുകയാണ്. തിരുവെഴുത്തിൻ്റെ താളുകളിലിരുന്ന് ഒരമ്മ പറയുകയാണ്, കരയാൻ, ഒരു ഉളുപ്പുമില്ലാതെ കരയാൻ ഒരേ ഒരിടമേ ഉള്ളൂ വാഴ്വിൻ്റെ വഴികളിൽ, അത് ദൈവസന്നിധിയാണ്. കണ്ണുനീരിന് വില കൊടുക്കുന്നവൻ്റെ മുമ്പിൽ കരയണം. കണ്ണുനീര് കണ്ടാൽ മനസ്സിലാവുന്നവൻ്റെ മുമ്പിലേ കരയാവൂ. കണ്ണുനീര് കണ്ടാൽ അത് മറികടക്കാനാവാത്തവൻ്റെ മുമ്പിലേ കരയാവൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവൾ കരഞ്ഞു. സപത്നിയുടെ മുമ്പിൽ പോയി കരഞ്ഞില്ല. പെനീന്നയുടെ മുമ്പിലല്ല കരഞ്ഞത്. ഏൽക്കാനയുടെ മുമ്പിലല്ല കരഞ്ഞത്. ഏലി പുരോഹിതൻ്റെ മുമ്പിൽ പോലുമല്ല കരഞ്ഞത്. കരഞ്ഞത് കണ്ണുനീര് വിലയായി എടുക്കുന്നവൻ്റെ മുമ്പിൽ കരഞ്ഞു. കണ്ണുനീര് കണ്ടാൽ മനസ്സിലാവുന്നവൻ്റെ മുമ്പിൽ കരഞ്ഞു. കണ്ണുനീര് കണ്ടാൽ അതിനെ മറികടക്കാനാവാതെ പോകുന്നവൻ്റെ മുമ്പിൽ, നിസ്സഹായനാവുന്നവൻ്റെ മുമ്പിൽ അവൾ കരഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കണ്ണുനീരിനെ ദൈവത്തിന് വകവെക്കാതിരിക്കാൻ പറ്റുമോ? വിലക്കെടുക്കാതിരിക്കാൻ പറ്റുമോ? മറികടക്കാൻ പറ്റുമോ? അവൾ മനസ്സ് നൊന്ത് കരഞ്ഞു. എന്നിട്ട് അവൾ പറയുകയാണ്, അങ്ങയുടെ ദാസിയെ മറന്നു പോവരുതേ. കർത്താവെ, അങ്ങയുടെ ദാസിയെ നീ മറന്നു പോവരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവനെ ഞാൻ നിനക്ക് സമർപ്പിക്കും. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ദുഃഖം അണപൊട്ടി ഒഴുകുമ്പോൾ ഇവളെ തന്നെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ട്. ദേവാലയത്തിൻ്റെ പുറത്തൊരു പീഠമിട്ട് അതിന്മേലിരിക്കുന്ന ഈ ഏലി പുരോഹിതൻ അവളെ നോക്കുമ്പോൾ അസ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുന്നത്. മറ്റാരും ശ്രദ്ധിക്കുന്നു എന്നറിയാതെ, മറ്റാരെയും വകവെക്കാതെ, മറ്റാരെയും ഗൗരവമായി എടുക്കാതെ, അവരുടെ അപമാനങ്ങളെ വകവെക്കാതെ, ഇതിനെയൊക്കെ നിസാരമായി കണ്ടുകൊണ്ട് ഒരു സ്ത്രീ അവളുടെ ദൈവത്തിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവളുടെ സങ്കടം മുഴുവൻ എന്ത് മനസ്സിൽ തോന്നുന്നു അതുപോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ ബൈബിള് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ പുരോഹിതൻ അറിയാം, പുരോഹിതൻ കണ്ടിട്ടുള്ള മനുഷ്യരിൽ വെച്ച് വ്യത്യസ്തയായ ഒരു സ്ത്രീയായത്. അപ്പോൾ വ്യത്യസ്തയാവുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇവൾ മദ്യപിച്ചിട്ടുണ്ടാവുമോ? ലഹരി പിടിച്ചിട്ടുണ്ടാവുമോ? ഇവൾ ഇങ്ങനെ മറ്റാരും പറയാത്തതുപോലെ, മറ്റാരും പ്രതികരിക്കാത്തതുപോലെ അവളുടെ ജീവിതം ദേവാലയത്തിൽ വെച്ച് പ്രതികരിക്കുമ്പോൾ പുരോഹിതന് തോന്നുന്നു ഇവൾ മദ്യപിച്ചിട്ടുണ്ടാവും, ഉന്മത്തയായിട്ടുണ്ടാവും. പതുക്കെ അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് അദ്ദേഹം അവളോട് ചോദിക്കുന്നത്, നീ എത്ര നേരം ഇങ്ങനെ ഉന്മത്തയായിട്ടിരിക്കും? മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുകയാണ്. അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ലഹരി അവസാനിപ്പിക്കൂ ഹന്ന. മനസ്സ് നൊന്ത് കരയുന്ന ഈ സ്ത്രീ പുരോഹിതനോട് പറയുകയാണ്, ഗുരു, എൻ്റെ ഗുരു, ഞാൻ അങ്ങനെയല്ല, ഞാൻ വളരെയേറെ മനോവേദന അനുഭവിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ പകരുകയായിരുന്നു. അത് എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു വരിയാണ്. ഞാൻ എൻ്റെ ദുഃഖം മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ, എൻ്റെ ഹൃദയവികാരം മുഴുവൻ ഞാൻ പകരുകയായിരുന്നു. അത്രയ്ക്ക് ഉറപ്പോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ സങ്കടങ്ങൾ പകരാൻ ദൈവസന്നിധി അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേറെ ഏതിടമാണ് ഉള്ളത്? ഇത്ര സ്വാതന്ത്ര്യത്തോടെ കരയാൻ. എന്നിട്ടും ദേവാലയങ്ങളിൽ നമ്മൾ കൈകെട്ടി നിൽക്കുകയാണ്. എന്നിട്ടും ദേവാലയങ്ങളിൽ നമ്മൾ ഏതോ അന്യസ്ഥലത്തെത്തിയതുപോലെ അപരിചിതരായി നിൽക്കുകയാണ്. ഒരു ബന്ധവുമില്ലാതെ നിൽക്കുകയാണ്. ഒരു കുരിശുവര പോലും യാന്ത്രികമായി മാറുകയാണ്. കുമ്പിടുന്നത് പോലും നാം അറിയാതെ സംഭവിക്കുകയാണ്. മിഴി പൂട്ടുമ്പോൾ പോലും ഉള്ളിൽ ദൈവമല്ല 1000 ചിന്തകളാണ്.
ഇത്ര സ്വാതന്ത്ര്യത്തോടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഒരിടമുണ്ടാകുമ്പോഴും അതിൻ്റെ വില നമ്മളിൽ അധികം പേരും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയുന്നുമുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയ വികാരങ്ങൾ എൻ്റെ ദൈവത്തോട് പകരുകയായിരുന്നു. പുരോഹിതന് പെട്ടെന്നത് സെൻസ് ചെയ്യാൻ പറ്റി. അദ്ദേഹം അവളുടെ ദുഃഖം മുഴുവൻ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പറയുകയാണ്, പ്രാർത്ഥിച്ചിട്ടില്ല, അവളുടെ തലയെ കൈവച്ചിട്ടില്ല, നിനക്ക് ഒരു മകനുണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവളോട് ഇത്രമാത്രം പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ദൈവം സാധിച്ചു തരട്ടെ. ഒരാശംസ പറഞ്ഞു, നിൻ്റെ ആഗ്രഹം പോലെ ദൈവം നിനക്ക് സാധിച്ചു തരട്ടെ. അവൾ മടങ്ങിപ്പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ സങ്കടങ്ങളെ പങ്കുവച്ചിട്ട് മടങ്ങിപ്പോയ ഈ സ്ത്രീ പിന്നീട് ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. വളരെ ഗൗരവമായി നമ്മളത് ശ്രദ്ധിക്കണം. ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് സങ്കടങ്ങളോടെ നെഞ്ചു പൊട്ടി പ്രാണൻ പറിച്ച് ആ വേദനയിൽ ദൈവസന്നിധിയിൽ ദുഃഖം പറഞ്ഞിട്ട് പോയ സ്ത്രീ പിന്നീട് ദേവാലയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ആദ്യം വന്നിട്ട് പോകുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ദുഃഖമായി അവശേഷിച്ചത് മക്കളില്ല എന്ന ദുഃഖമായിരുന്നെങ്കിൽ, ആദ്യം വരുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ, രണ്ടാമത് വരുമ്പോൾ ആരെ അവൾ മനസ്സിൽ കണ്ടുകൊണ്ട് കരഞ്ഞോ, ആരില്ലാത്തതിൻ്റെ വേദനയിൽ അവൾ ദുഃഖിച്ച് കരഞ്ഞോ, അവൻ്റെ കൈയും പിടിച്ചുകൊണ്ടാണ് അവൾ ദേവാലയത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥനയിലെ അത്ഭുതം എന്താണ്? ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ കാണുന്നത് നാളെ നിൻ്റെ ഒപ്പം നടക്കും. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ കണ്ടുമുട്ടുന്നത് നാളെ നിൻ്റെ ഒപ്പം ഉണ്ടാവും. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിച്ച് പറയുന്നത് നാളെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച മനുഷ്യരുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം മാത്രമാണ് ഈ തലമുറയിൽ നാം കാണുന്നത്. ഇന്ന് എവിടെയെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ച മനുഷ്യർ പ്രാർത്ഥിച്ച് പറഞ്ഞത് ഇന്ന് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നവൻ മനസ്സിൽ കാണുന്നത്, പ്രാർത്ഥനാപായയിൽ മുട്ടുകുത്തുമ്പോൾ നിൻ്റെ മനസ്സിലുള്ളത് നാളെ നിൻ്റെ കൺമുമ്പിൽ സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ വിചാരങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഹന്ന എന്ന് പറയുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ കണ്ണുനീരൊഴുക്കാൻ തയ്യാറായി. കണ്ണുനീരിനെ മറികടക്കാനാവാത്തവനാണ് ദൈവമെന്ന ഒരു സഹജാവബോധം, ഒരു സ്വാഭാവിക ബോധം അവളുടെ ഉള്ളിൽ ആഴമായി വേരോടിയിരുന്നത് കൊണ്ട് അവൾക്ക് ദൈവത്തെ മറികടന്നു പോവാൻ കഴിയാതെ അവൾ പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി, ദുഃഖങ്ങൾ പങ്കുവച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിത ദുഃഖത്തിൻ്റെ നടുവിൽ കഴിയുന്ന അനേകായിരം മക്കളോട്, ഈ കാലത്തെ മനുഷ്യരോട്, നമ്മളോട് തിരുവഴുത്തിലിരുന്ന് ഹന്ന എന്ന സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കണ്ണുനീരാവട്ടെ പ്രാർത്ഥന. ദുഃഖങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് ദൈവസന്നിധിയുണ്ട്. സ്വാതന്ത്ര്യത്തോടെ അത് പറയാൻ, പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. നല്ലവനായ ഈശോയെ, തിരുസന്നിധിയിലേക്ക് ഒരു ദിവസം കൂടി അടുത്തു വരാൻ, അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ, കർത്താവെ, ഞങ്ങൾക്ക് നീ തന്ന ഈ അവസരത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന മനോഭാവങ്ങൾ രൂപപ്പെടാൻ പ്രാർത്ഥനാ മനുഷ്യരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമേ. അവരുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.
ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കുകയാണല്ലോ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടുമുട്ടാനും പ്രാർത്ഥിക്കുന്നവരെ പരിചയപ്പെടാനും വചനം പകർന്നു തരുന്ന പ്രാർത്ഥനയുടെ വെളിപാടുകൾ കൈക്കൊള്ളാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു നമ്മുടെ വിചാരങ്ങൾ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുകയായിരുന്നു. ബൈബിളിലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ യാക്കോബിനെയും ഹന്നായെയും നാം പരിചയപ്പെട്ടു. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ഒരു രാത്രി മുഴുവൻ ദൈവവുമായി പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത ഒരു മനുഷ്യനെ പരിചയപ്പെടാനും സ്വർഗം വളരെ അടുത്താണെന്ന് തിരിച്ചറിയാനും പ്രാർത്ഥിക്കുന്നവന് സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നും കർത്താവ് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഹന്ന എന്നൊരു അമ്മയെ നാം കണ്ടു. ഷീലോയിലെ ആരാധനാലയത്തിൽ വെച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ദുർഗതിയെ കണ്ണുനീരും പ്രാർത്ഥനയും കൊണ്ട് മാറ്റി എഴുതിയ ഒരു സ്ത്രീയെ, സാമുവേലിൻ്റെ അമ്മയായ ഹന്നായെ ദൈവം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് ബൈബിളിലെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു മനുഷ്യനെയാണ്. പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ഒരനുഗ്രഹം, സൗഖ്യം സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഒരു രാജാവിനെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവചനം 38-ാം അധ്യായത്തിൽ. ഹെസക്കിയ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 38-ാം അധ്യായം ആരംഭിച്ചത്. ഹെസക്കിയ രോഗബാധിതനാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളിൽ ഒഴികഴിവില്ല. രോഗം വരിക, മരണമാസന്നമാവുക എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന സ്വാഭാവികമായ സാഹചര്യങ്ങളാണ്. ഹെസക്കിയായെ സംബന്ധിച്ചിടത്തോളം രോഗബാധിതനായി മരണത്തോടടുക്കുമ്പോൾ ഹെസക്കിയായെ തേടി ആമോസിൻ്റെ മകനായ യേശയ്യാ പ്രവാചകനെത്തി. ദൈവം യേശയ്യായോട് പറഞ്ഞു വിട്ടത് ഹെസക്കിയായോട് നീ പോയി അവൻ സുഖപ്പെടും എന്ന് പറയാനല്ല. ഹെസക്കിയായോട് യേശയ്യാ പറയേണ്ടത് ശുഭകരമല്ലാത്ത വാർത്തയാണ്, സന്തോഷം തരാത്ത വാർത്തയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ, മരണാസന്നനായി രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് നീ മരിക്കും എന്ന് പറയാൻ ഒരു പ്രവാചകനെ ഉന്തിത്തള്ളി വിടുന്ന ഒരു ദൈവം. എന്തുമാത്രം മനം മടുക്കുന്ന അനുഭവവുമായി വിചാരവുമായിട്ടാവണം യേശയ്യ രാജകൊട്ടാരത്തിൻ്റെ പടി കയറിയത്. നല്ല കാര്യമാണോ പറയാനുള്ളത്? നല്ല വാർത്തയാണോ പങ്കുവെക്കാനുള്ളത്? ഇതെങ്ങനെയാണ് ഹെസക്കിയായിക്ക് സുവിശേഷമാവുന്നത്? ഹെസക്കിയായിക്ക് അതൊരു ആശ്വാസമാവുന്നത്? മരണക്കിടക്കയിൽ മരണാസന്നനായി ജരാനരകൾ ബാധിച്ച് കിടക്കുന്ന, വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും തളർന്നും ക്ഷീണിച്ചും കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ കിടക്കക്കരികിലേക്ക് ചെന്ന് പ്രവാചകൻ പറയേണ്ടി വരുന്നത്, ഹെസക്കിയ, നീ നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, സന്തോഷം തരുന്ന വർത്തമാനങ്ങളല്ല പലപ്പോഴും നമുക്ക് കേൾക്കാനുള്ളത്. എപ്പോഴും ആനന്ദത്തിൻ്റെ വാർത്തകളല്ല നമുക്ക് ചുറ്റും ഉയരുന്നത്. ആശ്വാസം തരുന്ന ദൂതുകളല്ല നമ്മളെ പലപ്പോഴും തേടിയെത്തുന്നത്. ജീവിതം അങ്ങനെയാണ്. ജീവിതം ഒത്തിരി കയ്പും ഒരൽപ്പം മധുരവും നമ്മുടെ വഴികളിൽ വാരി വിതറും. കുറേ അധികം കയ്പ്, അതിന് നടുവിൽ അല്പം മധുരം. തിക്തമായ അനുഭവങ്ങളാണ് കൂടുതലും. ദുഃഖമാണോ കൂടുതലും എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിൽ ദുഃഖമാണ് കൂടുതലും. രോഗവും മരണവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ വേട്ടയാടുന്ന ഈ ജീവിതത്തിൻ്റെ നടുവിൽ, സങ്കടകരമായ വാർത്തകൾക്ക് നടുവിൽ, സന്തോഷം തരാത്ത വർത്തമാനങ്ങൾക്ക് നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾ എന്തു ചെയ്യണം? രാജകൊട്ടാരത്തിൻ്റെ പടി കയറി വന്ന യേശയ്യ ഹെസക്കിയായുടെ കിടക്കക്കരികിലെത്തി അവനോട് പറഞ്ഞത്, നീ മരിക്കും, നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക. ഭവനം ക്രമപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അടുത്ത നടപടികൾ ചെയ്യുക. മക്കളെ ഭരണഭാരം ഏൽപ്പിക്കാനോ രാജ്യം അവകാശമായി ആർക്ക് കൊടുക്കാനുള്ളത് തീരുമാനിക്കാനോ അതൊക്കെയാവണം ഉദ്ദേശിക്കുന്നത്. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്ത് തീർത്തുകൊള്ളുക. നിൻ്റെ ആയുസ്സിൻ്റെ താളുകൾ, കടലാസുകൾ തീരാറായി.
ആയുസിൻ്റെ കണക്ക് പുസ്തകം അവസാനിക്കാറായി. എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ജീവിതങ്ങളെ നിൻ്റെ കൺമുമ്പിൽ ഈ വാഴ്വിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയാൻ യെശയ്യായെ ദൈവം വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സ്വാഭാവികമായ ഏത് മനുഷ്യനും സംഭവിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണിത്. പക്ഷേ ഈ മനുഷ്യൻ ഈ ജീവിത സാഹചര്യത്തെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് നമുക്കൊരു വലിയ സുവിശേഷമായി മാറുകയാണ്. യെശയ്യാ ചെയ്യാനേൽപ്പിച്ച ജോലി മനോഹരമായി ചെയ്തു. കൊട്ടാരത്തിലേക്ക് എത്തി ഹെസക്കിയായുടെ കട്ടിലിനരികെ നിന്ന്, കിടക്കക്കരികെ നിന്ന് യെശയ്യാ അവനോട് പറഞ്ഞു, നീ മരിക്കും. ഹെസക്കിയ ചെയ്തത് എന്ത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഹെസക്കിയായുടെ അതേ വംശപരമ്പരയിലെ അതേ കുടുംബത്തിലെ പൂർവ്വപിതാവായിരുന്ന, ഹെസക്കിയായ്ക്ക് മുമ്പേ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ കൂട്ടത്തിലെ ഒരാളായിരുന്ന മറ്റൊരു രാജാവ് ഇതുപോലെ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് ഹെസക്കിയ എന്ത് ചെയ്തു എന്ന് കാണുമ്പോൾ അവിടെയാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ വ്യത്യാസം നമ്മൾ അറിയുന്നത്. ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 2-ാം പുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 14, 15, 16 അധ്യായങ്ങളിൽ നമ്മൾ ഒരു രാജാവിനെ കാണുകയാണ്. 14-ാമത്തെയും 15-ാമത്തെയും 16-ാമത്തെയും അധ്യായത്തിൽ ഒരു രാജാവിനെ ബൈബിള് പരിചയപ്പെടുത്തുകയാണ്. ആസ എന്നാണ് ഈ രാജാവിൻ്റെ പേര്. ആസ രാജാവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ബൈബിൾ പറയുന്നത് 15-ാമത്തെ അധ്യായത്തിൽ ഒദേദിൻ്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ബലപ്പെട്ടു ആസ എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രവചനങ്ങൾ കേട്ട് ബലപ്പെട്ട ഒരു മനുഷ്യൻ, വചനം കേട്ട് ബലപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനല്ല എന്ന് പറയാൻ വേണ്ടി ആവണം ബൈബിൾ അങ്ങനെ പറയുന്നത്. അവന് ആത്മീയത ഉണ്ടായിരുന്നു, അവന് വചനത്തോട് ബഹുമാനം ഉണ്ടായിരുന്നു, അവൻ ആത്മീയ വെളിപാടുകളെ ഗൗരവമായി എടുത്തവനായിരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചവനായിരുന്നു. അതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ദൈവാശ്രയമുള്ള ആളുമായിരുന്നു. ആസായുടെ കാലിൽ ഒരു രോഗമുണ്ടായി. ഈ രോഗത്തെക്കുറിച്ച് ആസ വളരെയേറെ ഭാരപ്പെടുകയും ക്ലേശിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സങ്കടം നിറഞ്ഞു. ഹെസക്കിയ രോഗബാധിതനായതുപോലെ ആ തലമുറയിലെ മുൻപേ സഞ്ചരിച്ച ഒരു മനുഷ്യൻ ആസായുടെ ജീവിതത്തിലും രോഗമുണ്ടായി. ഈ രോഗത്തെക്കുറിച്ച് അയാൾ വളരെയേറെ ഭാരപ്പെട്ടിട്ട് ബൈബിൾ പറയുന്നത് 16-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ബൈബിൾ പറയുന്നത് ഈ മനുഷ്യൻ അനേകം വൈദ്യന്മാരെ കാണുകയും അനേകം മരുന്നുകൾ പ്രയോഗിക്കുകയും ചെയ്തെങ്കിലും ഈ രോഗം ആസായെ വിട്ടുമാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ രോഗാവസ്ഥയിൽ, ദുരിതത്തിൽ, സങ്കടങ്ങളിൽ, നിസ്സഹായനായി പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ പിടിക്കാതെ, ദൈവത്തിൽ ചാരി നിൽക്കാതെ മാനുഷികമായ വഴികൾ, സ്വന്തം കഴിവിൽ നിന്ന് ഉരുത്തിരിയുന്ന, സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതിൽ ആശ്രയിച്ചു പോയ ഒരു മനുഷ്യനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ദൈവം. അസറിയ എന്നു പേരുള്ള ഒരു പ്രവാചകനായിരുന്നു അപ്പോൾ ഊഴം. അസറിയ ഈ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹെസക്കിയായുടെ അടുത്ത് യെശയ്യായെ വിട്ടതുപോലെ തന്നെ ദൈവം ആസായുടെ അടുത്തേക്കും ഒരു ദൂതനെ വിട്ടു, ഒരു പ്രവാചകനെ വിട്ടു. അസറിയ എന്നായിരുന്നു ആ പ്രവാചകൻ്റെ പേര്. അസറിയ ചെന്നിട്ട് ഈ ആസായോട് പറഞ്ഞു, നീ ദൈവത്തിൽ ആശ്രയിക്കാത്തത് എന്താണ്? നീ വൈദ്യന്മാരിൽ ആശ്രയിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ഇവനെ കുറ്റപ്പെടുത്തുമ്പോൾ ആസ ചെയ്തത് എന്ത്? അസറിയായെ പിടിച്ച് ശിക്ഷിച്ച് പ്രഹരിച്ച് തടവിലാക്കാൻ ആസ ഉത്തരവിട്ടു. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 39 വർഷത്തെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് ആസ ഈ രോഗം, കാലിലുണ്ടായ ഈ രോഗം മൂർച്ഛിച്ച് അതിൻ്റെ 41-ാമത്തെ ഭരണവർഷം ആസ അവൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് 16-ാമത്തെ അധ്യായം തിരുവെഴുത്തുകൾ പൂർത്തിയാക്കുന്നത്. ഹെസക്കിയായുടെ കുടുംബ വഴിയിലെ ഒരു പൂർവ്വ പിതാവായ ആസായുടെ മുമ്പിലേക്ക് അസറിയ എന്നൊരു പ്രവാചകനെ ദൈവം അയച്ച് ഒരു ദൂത് പറഞ്ഞ് ആ വചനം കേട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം സ്വന്തം വഴികളിലൂടെ സ്വന്തം കർമ്മത്തെ പൂർത്തിയാക്കാൻ ശ്രമിച്ചവൻ
മരണപ്പെട്ടു പോയ ഒരു ചരിത്രം, ഒരു പൂർവ്വ ചരിത്രം, ഒരു പൂർവ്വ പാരമ്പര്യം ഹെസക്കിയായുടെ രാജവാഴ്ചയുടെ വഴികളിലുണ്ടായിരുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ചിന്തിക്കുക. ഹെസക്കിയായോട് യേശയ്യ ചെന്നിട്ട് പറഞ്ഞു, നീ മരിക്കാൻ പോവുകയാണ്, നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക. ആസായിൽ നിന്ന് ഹെസക്കിയായെ വ്യത്യസ്തനാക്കിയതും ഹെസക്കിയ എക്കാലവും പിന്നീട് ഓർമ്മിക്കപ്പെടുന്നൊരു മാതൃകയായി മാറിയതും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഹെസക്കിയായുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. അയാൾ സ്വന്തം ദൈവത്തിൻ്റെ ബലഹീനതയെ തിരിച്ചറിഞ്ഞ ആത്മീയ മനുഷ്യനായിരുന്നു. രാജാവായിരുന്നിട്ടും അദ്ദേഹത്തിന് താഴേക്ക് വരാനും ദൈവത്തിൻ്റെ മുമ്പിൽ കരയാനും എളിമ കാണിക്കാനും താഴെ വന്ന് താഴ്മ കൊണ്ട് കണ്ണുനീര് കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനും കഴിയും എന്ന് ഈ രാജാവിന് ബോധ്യമുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ഈ വാർത്ത കേട്ടയുടനെ യേശയ്യായെ പിടിക്കാൻ ഹെസക്കിയ ഉത്തരവിട്ടില്ല. ഈ വാർത്ത കേട്ടയുടനെ യേശയ്യായെ തടവിലാക്കാൻ ഹെസക്കിയ ഉത്തരവിട്ടില്ല. ഈ വാർത്ത കേട്ടയുടനെ വൈദ്യന്മാരെ വിളിച്ച് മറുമരുന്നുകൾ പരിശോധിക്കാൻ, ആയുസ് നീട്ടിക്കിട്ടാൻ ഇനി ഏതെങ്കിലും ഒരു സാധ്യത മനുഷ്യൻ്റെ കഴിവിൻ പ്രകാരമുണ്ടോ എന്നന്വേഷിക്കാൻ ഹെസക്കിയ തയ്യാറായില്ല. അയാൾ ചെയ്തത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഗതിയാണ്. രാജാവാണെന്നോർക്കാതെ തൻ്റെ മുമ്പിൽ പരിചാരകരായി, പടയാളികളായി, ആജ്ഞാനുവർത്തികളായി, ഒരാജ്ഞയ്ക്ക് കാതോർത്ത് താഴ്മയോടെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ അവർ കാണുമോ, അവരുടെ മുമ്പിൽ അപമാനമാകുമോ എന്നൊന്നും ഭയപ്പെടാതെ, പറഞ്ഞ പ്രവാചകൻ്റെ മുമ്പിൽ ഇനി താണുപോയേക്കുമോ എന്നൊന്നും ഭയപ്പെടാതെ, സ്വന്തം വില പോകുമോ വിലയിടിയുമോ എന്ന് ഭയപ്പെടാതെ, മരണത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ അനിവാര്യമായ വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോൾ അയാളെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഈ മനുഷ്യൻ അയാൾ ചുവരിനോട് തിരിഞ്ഞ് കിടന്നു. മനോഹരമായ ഒരു വരിയാണത്. അയാൾ ചുവരിലേക്ക് നോക്കിക്കിടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ചുവരിലേക്ക് നോക്കുക എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ ഇഷ്ടം. ചുവരിലേക്ക് തിരിഞ്ഞു കിടന്നു എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും മറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മനുഷ്യർ വെച്ച് നീട്ടിയ ഉപദേശങ്ങളെ മറന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ മനുഷ്യർ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത പോംവഴികളിൽ കയറിപ്പിടിക്കാതെ എല്ലാ മനുഷ്യരിൽ നിന്നും അയാൾ മുഖം മറച്ച് തിരിഞ്ഞു കിടന്നു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. മാനുഷികമായ വഴികൾ രക്ഷപ്പെടാനുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചില്ല. ഇനി ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടുമെന്നതിനെക്കുറിച്ച് പുതിയ സൂചനകളൊന്നും തിരക്കിയില്ല. ഏത് വൈദ്യനിൽ ആശ്രയിച്ചാൽ ഈ രോഗം ഭേദമാകുമെന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ രാജ്യമെമ്പാടും പടയാളികളെ അയക്കാൻ ഉത്തരവിട്ടില്ല. മനുഷ്യൻ്റെ വഴികളിൽ ആശ്രയിക്കാതിരുന്നു എന്നുള്ളതാണ് ചുവരിലേക്ക് തിരിഞ്ഞു എന്നതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായി, ചുവരിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ കാഴ്ച അവിടെ അവസാനിക്കുകയാണ്. ചുവരിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ കാഴ്ച അവിടെ തീരുകയാണ്. ചുവരിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അയാൾ ആ ചുവരിനപ്പുറം നിത്യതയിലേക്ക് നോക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ്റെ ഉപദേശങ്ങളെ അല്ലെങ്കിൽ പരിഹാരങ്ങളെ മറന്ന് ഒരു രാജാവ് മാനുഷികമായ വഴി കണ്ടുപിടിക്കാതെ അയാൾ ചുവരിലേക്ക് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് ഉറക്കെ കരഞ്ഞു. കരഞ്ഞത് ദൈവത്തോടാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആശ്രയിച്ചു, ദൈവത്തോട് സഹായം ചോദിച്ചു, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പരിഹാരം തേടി. എന്നിട്ട് അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ എപ്രകാരം ജീവിച്ചു എന്ന് നീ ഓർക്കണമേ. സങ്കടപ്പെടുത്തുന്ന വരികളാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഹെസക്കിയ വേദനയോടെ കരഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അയാൾ വേദനയോടെ കരഞ്ഞു എന്നാണ് ബൈബിൾ പറയുന്നത്. വേദനയോടെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ എങ്ങനെയാണ് വിശ്വസ്തയോടെ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ പരിശ്രമിച്ചതെന്ന് നീ ഓർക്കണമേ. എൻ്റെ ജീവിതത്തെ നീ ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ചുവരിലേക്ക് തിരിഞ്ഞ്
അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഓർക്കണമേ, എൻ്റെ ജീവിതത്തെ നീ ഓർക്കണമേ. ഈ കണ്ണുനീര് ദൈവസന്നിധിയിൽ രാജാവ് ഒഴുക്കിക്കഴിഞ്ഞ ഉടനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരത്ഭുതം സംഭവിച്ചു. ഓർക്കണം, യേശയ്യ അരുളപ്പാട് പറഞ്ഞ ഉടനെ കൊട്ടാരത്തിൽ നിന്നിറങ്ങി നടന്നതാണ്. യേശയ്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആർക്ക് കൊടുക്കാനുണ്ടോ അവർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ നിയോഗങ്ങളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ഹെസക്കിയ വേദനയോടെ കരഞ്ഞപ്പോൾ യേശയ്യ പോയ വഴിയിൽ വെച്ച് ദൈവം അവനെ വീണ്ടും തട്ടിവിളിച്ചു. യേശയ്യ, ദൈവമേ, ഹെസക്കിയയോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ദൈവം യേശയ്യയോട് പറയുകയാണ്, തിരികെ പോവണം. എവിടേക്കാണ്? രാജകൊട്ടാരത്തിലേക്ക്. ആരുടെ രാജകൊട്ടാരത്തിലേക്ക്? തൊട്ടു മുമ്പ് നീ ആരോടാണോ പറഞ്ഞത്, ഹെസക്കിയ, നീ മരിക്കും, നീ സുഖപ്പെടുകയില്ല, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്ന് നീ ആരോടാണോ പറഞ്ഞത് അവൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുക. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ തൊട്ട് മുമ്പ് സംഭവിച്ചത് മുഴുവൻ തിരുത്തി എഴുതപ്പെടുന്നു. മുമ്പ് വന്നതുപോലെ തന്നെ യെശയ്യാ രാജകൊട്ടാരത്തിൻ്റെ പടി കയറി വരുന്നു. ഹെസക്കിയ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു, കിടക്കക്കരികിൽ നിൽക്കുന്നു. ഒരു ചെറിയ വ്യത്യാസം സംഭവിക്കുന്നു. മുമ്പ് പറഞ്ഞ വാക്കുകൾ യെശയ്യ മാറ്റിപ്പറയുകയാണ്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടു. ഹെസക്കിയ, നീ മരിക്കുകയില്ല. ചങ്കുപൊട്ടി ഒരു മനുഷ്യൻ കരഞ്ഞ ആ കണ്ണുനീർ താഴെ വീഴും മുമ്പ് സംഭവിച്ച മാറ്റം നിന്റെ വിധി പറഞ്ഞവനെ കൊണ്ട് ദൈവം നിന്റെ വിധി തിരുത്തി പറയിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ദൈവിക ദൂത്. പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന അത്ഭുതം എന്താണ്? നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, പരിഹസിച്ച് പറഞ്ഞത്, താഴ്ത്തിക്കെട്ടി പറഞ്ഞത്, നിന്ദിച്ച് പറഞ്ഞത്, അപഹസിച്ച് പറഞ്ഞത്, ആക്ഷേപിച്ച് പറഞ്ഞത്, ഒരു നാളും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത്, ഈ ജീവിതത്തിന് ഗതിയില്ല എന്ന് പറഞ്ഞത്, ഈ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞത്, പറഞ്ഞ നാവുകൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നറിയാൻ ഈ വരികൾ നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തലവര തിരുത്തി എഴുതാൻ ഈ തലവര വരച്ചവനെ പറ്റൂ. ഏതൊരാളുടെയും ശിരോലിഖിതത്തെ തിരുത്തി എഴുതാൻ അത് എഴുതിയവനെ പറ്റൂ. അത് എഴുതിയത് തിരുത്തി എഴുതാനുള്ള, വഴികൾ വ്യത്യസ്തമാക്കാനുള്ള, ആയുസ് നീട്ടിക്കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് ചങ്കുപൊട്ടിക്കരയാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, മനുഷ്യൻ്റെ പരിഹാരങ്ങളെ മറന്ന് ദൈവം കാണിച്ചു തരുന്ന പരിഹാരങ്ങളെ കാണാൻ ഒരു മനുഷ്യാത്മാവിന് ബലമുണ്ടാവുമ്പോൾ അവൻ്റെ ഗതി, അവൻ്റെ ജീവിതത്തിൻ്റെ വഴി ദൈവം തിരുത്തി എഴുതും. ഹെസക്കിയായോട് യെശയ്യാ പറയുന്നത് ഇങ്ങനെയാണ്: ഹെസക്കിയ, നീ മരിക്കുകയില്ല, നിൻ്റെ ആയുസ് 15 കൊല്ലം കൂടി നീട്ടിത്തരികയാണ്. ഒരടയാളം നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ചുവരിലേക്ക് നോക്കുക, ഘടികാരത്തിലേക്ക് നോക്കുക. ഘടികാരത്തിൻ്റെ നിഴൽ 10 അടി പുറകോട്ട് മാറുന്നത്, ഈ സമയം തിരിഞ്ഞു കറങ്ങുന്നത്, ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ക്ലോക്ക് തിരിഞ്ഞു കറങ്ങുന്നത്, നിൻ്റെ കടന്നുപോയ ദിനങ്ങൾ തിരികെ എത്തുന്നത് നിനക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടത് തിരികെ വരുന്നത് കാണാൻ കഴിയും എന്നൊരു സൂചന കൂടി പറഞ്ഞുകൊണ്ടാണ് യെശയ്യായെ ദൈവം പറഞ്ഞു വിടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികളെ മാറ്റാൻ പ്രാർത്ഥിക്കുന്നവനെ പറ്റൂ. ഇന്ന് സംഭവിക്കുന്നത്, നമ്മൾ മാനുഷികമായ പരിഹാര മാർഗങ്ങൾ തേടുകയാണ്. മാനുഷികമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നാം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും വേണം, മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതെല്ലാം നാം ചെയ്യണം. പക്ഷേ ഈ ചുവരിലേക്ക് തിരിഞ്ഞു കിടന്ന ഹെസക്കിയായെ നാം മറക്കരുത്. മനുഷ്യൻ എത്ര കണ്ട് നമ്മെ സഹായിക്കാൻ പറ്റും? മനുഷ്യൻ വെച്ച് നീട്ടുന്ന പരിഹാരങ്ങൾക്ക് എത്ര കണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയും?
പ്രാർത്ഥിക്കുന്നവന് അവൻ്റെ വഴികളെ മാറ്റം വരുത്താൻ ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറി ഒഴുകാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കുന്നവനേ മാറ്റം വരികയുള്ളൂ. പ്രാർത്ഥിക്കുന്നവനേ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഒരത്ഭുത മനുഷ്യനായിരുന്നു ഹെസക്കിയ രാജാവ്. പൂർവ്വപിതാവായ ആസ കാണിച്ച മഠയത്തരം ഈ മനുഷ്യൻ കാണിച്ചില്ല. അയാൾ മനുഷ്യരെ നോക്കാതെ ദൈവത്തെ നോക്കാൻ തയ്യാറായി. ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ, സങ്കടങ്ങളുടെ നടുവിൽ, ദുഃഖങ്ങളും വേദനകളും വരിഞ്ഞു മുറുക്കുന്ന ജീവിത സായാഹ്നങ്ങളിൽ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ നല്ല കർത്താവേ, അങ്ങയുടെ വചനവുമായി ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ നീ സഹായിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യരെ നീ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നീ മാറ്റം വരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ മനുഷ്യരെ വചനത്തിലൂടെ പരിചയപ്പെടാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ആഴമായി മാറ്റം വരുത്തുന്ന പ്രാർത്ഥനാ ജീവിതമാക്കാൻ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു നമ്മുടെ വിചാരങ്ങൾ. തിരുവെഴുത്തുകളിലൂടെ കടന്നുപോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണാനും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താനും കഴിഞ്ഞ നാളുകളിൽ നാം ശ്രമിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നാം പരിചയപ്പെടുന്ന പ്രാർത്ഥനയുടെ മറ്റൊരു മനുഷ്യനാണ് ദാനിയേൽ പ്രവാചകൻ. അദ്ദേഹം അതിഗാഠമായ ഒരു ദൈവബന്ധത്തിൻ്റെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ തരുന്ന സൂചനകൾ എണ്ണിയെടുക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആ വിചാരങ്ങൾ നമ്മെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദാനിയേലിനെയും കൂട്ടുകാരെയും ബാബിലോണിലെ രാജാവായ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ നാട്ടിലേക്ക് യൂദയായിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കൊണ്ടുപോകുന്നത് ഭരണ നൈപുണ്യമുള്ളവരും സാമർഥ്യമുള്ളവരും കഴിവുള്ളവരും ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കാൻ പറ്റുന്നവരുമാണ് ഇവർ എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാജാവ് ഈ ചെറുപ്പക്കാരെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഈ കാലവുമായി ബന്ധപ്പെടുത്തിയാൽ, ജോലിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഏതൊരു ചെറുപ്പക്കാരനെയും പോലെയായിരുന്നു ഈ ദാനിയേലും. തൊഴിലെടുക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയ ഒരാൾ. ഏതാണ്ട് ഭാരതം, നമ്മുടെ നാട് വരെ വ്യാപിച്ചു കിടന്ന ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു ഈ നെബൂഖദ്നേസർ രാജാവ്. അതുകൊണ്ട് തന്നെ വലിയ അധികാരമുണ്ടായിരുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കാര്യവിചാരകന്മാരുടെ കൂട്ടത്തിൽ, മന്ത്രിമാരുടെ കൂട്ടത്തിൽ വളരെയേറെ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ട ചെറുപ്പക്കാരിൽ ഒരാളാണ് ദാനിയേൽ പ്രവാചകൻ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരപ്പെട്ട ഒരാളായിരുന്നില്ല ഇദ്ദേഹം.
പണവും പദവിയും ഉദ്യോഗങ്ങളും സ്ഥാനമാനങ്ങളും കൂടുന്നതനുസരിച്ച് പ്രാർത്ഥിക്കാൻ സമയമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിലൊന്ന്. ദാനിയേലിനെ പോലെ പണ്ഡിതനായിരുന്ന ഒരാളോ, ദാനിയേലിനെ പോലെ ബുദ്ധിയുണ്ടായിരുന്ന ഒരാളോ, ദാനിയേലിനെ പോലെ ജോലിത്തിരക്കുണ്ടായിരുന്ന ഒരാളോ ആവുന്നില്ല പലപ്പോഴും നമ്മൾ. എന്നിട്ടും പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ സങ്കടങ്ങളിലൊന്ന്. ഏതായാലും ഈ മനുഷ്യനെ മറ്റൊരു രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോലിക്ക് വേണ്ടി വീടും കുടുംബവും ഒക്കെ വിട്ടുപോകുന്ന നമ്മുടെ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ ഒരാളായിട്ട് ഈ മനുഷ്യനെ കണ്ടാൽ ഇയാൾ തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ച ചില നിലപാടുകളുടെ വ്യത്യസ്തതയെ കണ്ട് അത്ഭുതപ്പെടാനും അത് സ്വീകരിക്കാനും നമുക്ക് കഴിയും. രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ ആണ് ഇവരുടെ മുഴുവൻ സമയവും അവർ ചെലവഴിക്കുന്നത്. താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും രാജാവ് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണപാനീയങ്ങൾ രാജാവിന് കൊടുക്കുന്ന അതേ ഭക്ഷണപാനീയങ്ങൾ കൊടുക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കാൻ ഉദ്യോഗം ഉണ്ടായിരുന്ന, നിയമിതനായിരുന്ന ആള് ബാബിലോൺ രാജകൊട്ടാരത്തിലെ രാജാവ് കഴിച്ചിരുന്ന ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ ദാനിയേലിനെയും കൂട്ടുകാരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ രാജകൊട്ടാരത്തിലെ ഭക്ഷണം കഴിക്കാനും രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിക്കാനും നിർബന്ധിക്കുമ്പോൾ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആദ്യത്തെ വിചാരം ഈ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഭക്ഷണക്രമീകരണങ്ങളുമായി എന്ത് കഴിക്കണം, എന്ത് പാനം ചെയ്യണം, ഈ കാര്യങ്ങളുമായി പ്രാർത്ഥനയ്ക്ക് ബന്ധം ഉണ്ടോ? ചിട്ടയായ ഒരു ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചൊന്നുമല്ല സഹായിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ കഴിയുന്നതിന് പിന്നിൽ, പ്രാർത്ഥിക്കാൻ പ്രേരകമാവുന്നതിന് പിന്നിൽ ചില ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉപവാസവുമായൊക്കെ ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പരിത്യാഗങ്ങളുമായി, നോമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചിന്തകൾ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുകയാണ്, അന്യനാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ വിളമ്പുന്ന ഭക്ഷണം കഴിക്കാൻ എല്ലാ സാഹചര്യങ്ങളും അനുവാദങ്ങളും ഈ മനുഷ്യനുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാവുന്നു, രാജാവ് കഴിക്കുന്നതോ രാജകൊട്ടാരത്തിൽ വിളമ്പുന്നതോ ആയ ഭക്ഷണം കഴിച്ച് സ്വയം മലിനപ്പെടുകയില്ല എന്ന് പ്രാർത്ഥനയുടെ ഈ മനുഷ്യൻ തീരുമാനിച്ചു. മനോഹരമായ ഒരു പാഠം നമ്മുടെ നാട്ടിലെ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ദാനിയേൽ പങ്കുവെച്ച് തരികയാണ്. ആരും കാണാനില്ലാത്ത ഒരിടത്ത് ചെന്നാൽ നമ്മൾ എങ്ങനെ പെരുമാറും? ആരും ശ്രദ്ധിക്കാനില്ലാത്തടത്ത് പോയാൽ നമ്മുടെ ജീവിതക്രമങ്ങൾ എങ്ങനെയാവും? ആരും വാച്ച് ചെയ്യാനും ശ്രദ്ധിക്കാനും ആരും ഗൗരവമായി എടുക്കാനുമില്ലാത്ത ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതികൾ, പാനീയങ്ങൾ, നമ്മുടെ ആഹാരക്രമീകരണങ്ങൾ, നമ്മുടെ ശീലങ്ങൾ അതിന് മാറ്റം വരുമോ? പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട, ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ചിന്തയായി വചനം ഇതിനെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പരിചയപ്പെടുത്തി പഠിപ്പിച്ച് തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കാൻ ഈ മനുഷ്യൻ തീരുമാനിച്ചു. രാജാവ് കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് മലിനമാവാതെ രാജാവിൻ്റെ ഭക്ഷണത്തെ വേണ്ട എന്ന് വെച്ച് പച്ചക്കറി, വെജിറ്റബിൾസ് കഴിക്കാൻ ഈ മനുഷ്യൻ തയ്യാറാവുന്നു. ഇതിൻ്റെ ഒരു ടേണിങ് നമ്മൾ പിന്നീട് കാണുന്നത് ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് കാണുമ്പോഴാണ്. പ്രാർത്ഥനാ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി, പ്രാർത്ഥനാശീലങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ഭക്ഷണവും കഴിക്കണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തി സ്വന്തം ശരീരത്തിൻ്റെ ശുദ്ധിയെ മാനിച്ചപ്പോൾ ഈ ശരീരത്തെ ദൈവം മാനിച്ച മറ്റൊരു രീതിയുണ്ട്. ഒറ്റ കാര്യം മാത്രം എടുക്കാം, സിംഹക്കൂട്ടിലേക്ക് ഈ ശരീരത്തെ എറിഞ്ഞു കൊടുത്തു. ഈ ശരീരത്തെ ഉപദ്രവിക്കാതെ സിംഹം മാറി നിന്നു. പ്രാർത്ഥിക്കുന്നവന്, പ്രാർത്ഥനാ ജീവിതവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ ശുദ്ധിയെ ഗൗരവമായി എടുക്കുന്നവന്, ശരീരം ശുദ്ധമായി സൂക്ഷിക്കണമെന്ന ശീലമുള്ളവന് അവൻ്റെ മുമ്പിൽ സിംഹങ്ങൾ മാറി നിന്നു. അതൊരു കഥയായിട്ടെടുത്ത് അവസാനിപ്പിക്കാൻ കഴിയുന്ന സംഗതിയാണോ? ഒരു കഥയായി നമുക്കതിനെ അവഗണിക്കാൻ പറ്റുമോ? ശരീരത്തിൻ്റെ ശുദ്ധിയെ
ഗൗരവമായി എടുക്കുന്നവർ, എന്തും കഴിക്കാം, എന്തും പാനം ചെയ്യാം, എന്തും കുടിക്കാം എന്ന് കരുതി ശരീരശുദ്ധിയെക്കുറിച്ച് ഗൗരവമില്ലാതെ കഴിയുന്നവർക്ക് ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ ഒരു പാഠമായി മാറുകയാണ്. ശരീരത്തെ ശുദ്ധമായി സൂക്ഷിച്ചവൻ്റെ ശരീരശുദ്ധിക്ക് ദൈവം വില കൊടുത്തു. സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ട് ഈ ശരീരം പിച്ചിച്ചീന്തപ്പെടാനുള്ള സമസ്ത സാധ്യതകളും കൺമുമ്പിൽ അവശേഷിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യൻ്റെ ശരീരത്തെ ദൈവദൂതന്മാർ കാത്തു സൂക്ഷിച്ചു. അതവിടെ നിൽക്കട്ടെ. പ്രാർത്ഥനാ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കൃത്യമായ ശീലങ്ങളുണ്ടായിരുന്നു ഈ മനുഷ്യന്. അന്യനാടുകളിലേക്ക് ജോലിക്കും പഠനത്തിനുമൊക്കെയായി പോകുന്ന നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കുഞ്ഞനുജന്മാരോടും അനുജത്തിമാരോടും ഈ ചെറുപ്പക്കാരന് പറയാനുള്ളത് എന്താണ്? 6-ാമത്തെ അധ്യായത്തിലാണ് മനോഹരമായൊരു സൂചന ദാനിയേലിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ദാനിയേലിനും കൂട്ടർക്കും യഹൂദന്മാർക്കും ദുഃഖകരമാവാൻ സാധ്യതയുള്ള ഒരു ഉത്തരവ് രാജാവ് പുറപ്പെടുവിച്ചു. എല്ലാവരും രാജാവിനെ ആരാധിക്കണമെന്നും നെബൂഖദ്നേസറിൻ്റെ ബാബിലോണിൻ്റെ രാജാവിനെ അല്ലാതെ വേറെ ആരും വേറെ ഒരു ദൈവത്തെയും ആരാധിക്കരുതെന്നുമൊക്കെയുള്ള ഉത്തരവുകൾ ഇറങ്ങുമ്പോൾ തൻ്റെ മതചിന്തകളെ, മതബോധങ്ങളെ, ആരാധനയെ അത് തടസ്സപ്പെടുത്തും എന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ രാജാവിനോട് എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുമ്പ് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. 6-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. യഹൂദർക്ക് ദോഷകരമാവാവുന്ന ഒരു രേഖ, ആ രേഖയിൽ മുദ്ര വെച്ചു രാജാവ് എന്നറിഞ്ഞപ്പോൾ, രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നു എന്നറിഞ്ഞ ദാനിയേൽ സ്വന്തം വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ. മനോഹരമാണത്. ജെറുസലേം എവിടെയാണ്? ഇയാൾ മറ്റൊരു നാട്ടിലിരുന്നു കൊണ്ടാണ്, മറ്റൊരു രാജ്യത്താണ്. ഇന്നത്തേതുപോലെ യാത്രാ സൗകര്യങ്ങൾ ഭേദപ്പെട്ട ഒരു കാലമല്ലത്. എത്രയോ വർഷങ്ങളെടുക്കും, അല്ലെ മാസങ്ങളെടുക്കും ഈ മനുഷ്യൻ സ്വന്തം നാട്ടിലേക്ക് എത്താൻ. നാട് ഇയാൾക്കൊരു കാണാക്കിനാവാണ്. നാട് ഇയാളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, ഓർമ്മകളിലേ ഉള്ളൂ. ആ നാട്ടിലെ ജെറുസലേമിലെ ഒരു ദേവാലയത്തെയോ അല്ലെ ജെറുസലേമിലെ പവിത്രമായ ഇടങ്ങളെയോ ഇയാൾക്ക് മനസ്സിൽ മാത്രമേ സൂക്ഷിക്കാൻ കഴിയൂ. ജെറുസലേം അയാളുടെ ഓർമ്മകളുടെ ഭാഗമാണ്. ഒരു ജനൽ തുറന്നിട്ടാൽ ജെറുസലേമിനെ അയാൾക്ക് കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, മനോഹരമായ ആ സൂചന ശ്രദ്ധിക്കുക. ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകങ്ങളുണ്ടായിരുന്നു. ജെറുസലേം ഏത് ദിശയിലേക്കാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ വശത്തെ ജനൽ തുറന്നിട്ട് ആ ജനലിലേക്ക് വെളിയിലേക്ക് നോക്കി, അനേക കാതം ദൂരത്തേക്ക് നോക്കി, മൈലുകൾക്കപ്പുറത്തേക്ക് നോക്കി, കാണാൻ കഴിയാത്ത സ്വന്തം ജന്മനാട്ടിലേക്കും അതിൻ്റെ പവിത്രമായ ആരാധന ഇടങ്ങളിലേക്കും നോക്കി ഈ മനുഷ്യൻ ചെയ്തതെന്താണ്? അവൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ, ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കാം. അവൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ ദിവസേന 3 നേരം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രതികൂലമായ ഒരു ഓർഡർ രാജാവ് ഇറക്കി. ആ ഓർഡറിൻ്റെ കോപ്പി മേശപ്പുറത്ത് കിടക്കുമ്പോൾ, ഒരു ഗവൺമെൻറ് ഓർഡർ തനിക്കെതിരായി വന്ന് അത് കയ്യിലെടുത്ത് പിടിച്ച് അത് സ്വന്തം കയ്യിലിരിക്കുമ്പോൾ അല്ലെ സ്വന്തം മുറിയിലിരിക്കുമ്പോൾ അതിലേക്ക് നോക്കാതെ അയാൾ എന്ത് ചെയ്തു? ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകങ്ങളിലൂടെ അങ്ങ് അകലെ ഒരുപാട് കാതം ദൂരെ ഉള്ള തൻ്റെ നാട്ടിലെ ആരാധനാ ഇടത്തിലേക്ക് നോക്കി ആ മനുഷ്യൻ 3 നേരം ദിവസേന മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവന് ആരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവൻ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്നൊരു മനുഷ്യനെ നാം കാണുന്നുണ്ട്. ഹാമാൻ എന്ന ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. ഹാമാന് മൊർദെഖായിയെ താല്പര്യമില്ലായിരുന്നു. ഹാമാൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ യഹൂദനായ മൊർദെഖായി ആഗ്രഹിച്ചില്ല. പക്ഷെ മൊർദെഖായി ആകെ മുട്ടുമടക്കിയത് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ മൊർദെഖായി ഹാമാനെ മുട്ടുകുത്തിച്ചതായി എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവൻ അധികാരങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന് പണത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന്
തിന്മയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. അങ്ങനെ 3 നേരം അവൻ ദിവസേന പറയുന്നത് ഇങ്ങനെയാണ്, മുൻപ് ചെയ്തിരുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ അതൊന്ന് വരയിട്ട് വെക്കണം. മുമ്പ് ചെയ്തിരുന്നത് പോലെ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ നാട്ടിൽ വന്നപ്പോൾ മുതലല്ല, ഓർമ്മ വച്ച കാലം മുതൽ. അമ്മയുടെ മടിത്തട്ടിൽ നിന്നൊരു കുഞ്ഞായി ഊർന്നിറങ്ങി കുഞ്ഞു പാദം വെച്ച്, പിഞ്ചു പാദം വെച്ച് ഭൂമിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരു യഹൂദ മാതാവ് മകൻ്റെ ശീലങ്ങളോട് ഇഴചേർത്ത് തുന്നിവെച്ച ഒരു മഹത്തായ ശീലം പിന്നീട് വളർന്നപ്പോഴും, കൗമാരം പിന്നിട്ട് യൗവനത്തിലെത്തി, പിന്നീട് ജോലിക്ക് വേണ്ടി വിദേശത്ത് ഒരു നാട്ടിലേക്ക് പോയപ്പോഴും, അന്യനാട്ടിൽ ആരും കാണാത്ത ഇടങ്ങളിൽ ചെന്നപ്പോഴും, ആരും ശ്രദ്ധിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിച്ചപ്പോഴും, കൈനിറയെ പണമായപ്പോഴും, തൻ്റെ സ്ഥാനമുയർന്നപ്പോഴും, തനിക്ക് കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ടായപ്പോഴും, നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണ കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളുകളിൽ ഏറ്റവും ഉന്നതനായി മാറിയപ്പോഴും, മുമ്പ് ചെയ്തിരുന്നത് പോലെ, എവിടെയോ വെച്ച് മുമ്പ് കിട്ടിയ ഒരു ശീലം, ആരോ പഠിപ്പിച്ചു കൊടുത്ത പുണ്യമായ ശ്രേഷ്ഠമായ ഒരു ശീലം അയാൾ മറന്നു പോവാതെ മുമ്പ് ചെയ്തിരുന്നത് പോലെ അന്നും അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടാവട്ടെ നമ്മുടെ മക്കൾക്ക്. ആരുടെയും മുമ്പിൽ മുട്ടുകുത്താതെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ശീലം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ വൈകുന്നത് എന്തുകൊണ്ടാണ്? മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ ചെയ്തു. പ്രിയപ്പെട്ടവർ, ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് നാം പ്രാർത്ഥിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ, അല്ലെ കൂടുതൽ മനുഷ്യരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ദുഃഖം ഉണ്ടാവട്ടെ, ഒരു ദുരന്തം വരട്ടെ, ഒരു സങ്കടം വരട്ടെ, ഒരു ക്ലേശം വരട്ടെ, കയ്യിൽ നിന്ന് പണം ചോർന്നു പോവട്ടെ, കടബാധ്യതകൾ പെരുകട്ടെ, ജോലി ഇല്ലാതാവട്ടെ, മക്കളില്ലാത്ത അവസ്ഥകൾ ഉണ്ടാവട്ടെ, വിവാഹം നടക്കാതാവട്ടെ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ വരുമ്പോഴാണ് കൂടുതലും പ്രാർത്ഥനയിലേക്ക് മനുഷ്യർ തിരിയുന്നത്. എന്തുകൊണ്ടാണ് ദുഃഖം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? ഒരു ചെറിയ ലോജിക്ക് അതിൻ്റെ പുറകിലുണ്ട്. അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരാത്തൊരു സാഹചര്യത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം? എന്നും ഈ ശീലമുള്ളവന്, എന്നും പ്രാർത്ഥിക്കുന്നവന്, എപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു ശീലം ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നവന്, പ്രിയപ്പെട്ടവരെ, കൂടുതലായൊന്നും പ്രാർത്ഥിക്കേണ്ടി വരില്ല ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ. ഈ ശീലമുണ്ടാവുമോ നമ്മുടെ മക്കൾക്ക്? ഈ ശീലമുണ്ടാക്കിയെടുക്കാൻ കഴിയുമോ നമ്മുടെ തലമുറകൾക്ക്? അങ്ങനെ പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം എന്തു ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിചാരം ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം എന്തു ചെയ്തു? പ്രാർത്ഥന ഒരു ശീലമാക്കിയവന് ഒരു ദുരിതമുണ്ടായി. ആ ദുരിതം നേരത്തെ പരാമർശിച്ചതാണ്. സിംഹക്കൂട്ടിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. സ്വന്തം ശരീരത്തെ പാകതയോടെ, ശുദ്ധതയോടെ സൂക്ഷിക്കാൻ മറുനാട്ടിൽ വെച്ച് പോലും ശ്രദ്ധിച്ച ഒരു ചെറുപ്പക്കാരൻ സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, അവനെ വലിച്ചു കീറാൻ കാത്തിരിക്കുന്ന സിംഹത്തിൻ്റെ നടുവിലേക്ക് ഇവനെ എറിയപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതം അതോടെ തീരുമെന്ന് വിചാരിച്ച് രാജാവ് 2 ദിനം കഴിഞ്ഞ് ഈ സിംഹക്കൂട്ടിലേക്ക് എത്തുമ്പോൾ അവൻ ജീവനോടെ ഇരിക്കുകയാണ്. ഈ സിംഹക്കൂട്ടിൽ വെച്ച്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹം അവനെ മാനിക്കാൻ, സിംഹം പോലും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ, ഒരുപക്ഷെ ഒരു മനുഷ്യൻ നിസാരമായി വലിച്ചു കീറപ്പെടാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ പോലും അവൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ ദൈവം സഹായിച്ചു. അത് മാത്രമല്ല സംഭവിച്ചത്, ഒരു മഹാത്ഭുതം അവിടെ സംഭവിച്ചു. ബാബിലോൺ എന്ന വിദേശ രാജ്യത്ത്, ബാബിലോണിലെ സിംഹക്കൂട്ടിൽ ദാനിയേൽ എന്ന ദൈവത്തിന് പ്രിയങ്കരനായ മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ, ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ, യൂദയായിലെ സ്വന്തം പറമ്പിൽ, സ്വന്തം തോട്ടത്തിൽ ജോലിക്ക് നിർത്തിയിരുന്ന തൊഴിലാളികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി നടന്നുപോയ ഒരു പ്രവാചകനെ ഓർമ്മിച്ചെടുക്കേണ്ടത് ഇതാണ്. 2 രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത്. ബാബിലോണിൽ സിംഹക്കൂട്ടിൽ ദാനിയേൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യൂദയായിലെ സ്വന്തം തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ആഹാരം കൊടുക്കാൻ ആഹാരം തയ്യാറാക്കി കൊണ്ടുപോകുന്ന ഹബക്കുക്ക് പ്രവാചകനെ തട്ടി വിളിച്ചു. എവിടേക്കാണ്? ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ. ജോലിക്കാരന് ഭക്ഷണം കൊടുക്കണം. നീ ഉദ്ദേശിക്കുന്ന ആൾക്കല്ല, ബാബിലോണിലെ സിംഹക്കൂട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അവിടെ പിന്നീട് വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ന് വായിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചോ എന്ന് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് വരാം. സംഭവിച്ചത് എന്താണ്? ഹബക്കുക്ക് പ്രവാചകനെ ദൈവദൂതൻ മുടിക്ക് പിടിച്ച് കുത്തിപ്പിടിച്ച് വായുവിൽ ഉയർത്തി വായുവേഗത്തിൽ
ഈ ബാബിലോൺ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു കാര്യത്തിന് പോയ ഒരാളെ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിലെ രാജ്യത്തിലെ രാജകൊട്ടാരത്തിലെ സിംഹക്കൂട്ടിൽ അതിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഹബക്കുക്കിനോട് പറയുകയാണ്, ദാനിയേലിനെ വിളിക്കുക. ഹബക്കുക്ക് പറയുകയാണ്, എനിക്ക് ബാബിലോൺ അറിഞ്ഞുകൂടാ, എനിക്ക് ദാനിയേലിനെ അറിഞ്ഞുകൂടാ. ദൈവം പറയുകയാണ്, നീ വിളിക്കുക, ദാനിയേൽ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞും കരഞ്ഞും സിംഹക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ഭക്ഷണം വാങ്ങുമ്പോൾ ദാനിയേൽ പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്, ദൈവമേ നീ എന്നെ ഓർമ്മിച്ചല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വരയിട്ട് കാണാതെ പഠിക്കേണ്ട വചനങ്ങളിലൊന്നാണത്. ദൈവമേ നീ എന്നെ ഓർമ്മിച്ചല്ലോ. ആരെയാണ് ദൈവം ഓർമ്മിക്കാത്തത്? എല്ലാവരെയും ഓർമ്മിക്കും. പക്ഷെ സവിശേഷമായ ഒരു ഓർമ്മ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നത് ആരുടെ ഓർമ്മയാണ്? എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ മറക്കാത്തവനെ ദൈവം നിരന്തരം ഓർമ്മിച്ചു വെക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സിലെ നിരന്തരമായ ഓർമ്മയാവുന്നവൻ്റെ പേരാണ് പ്രാർത്ഥിക്കുന്നവൻ. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ നിരന്തര സ്മൃതിയായി മാറും. ദൈവം അവനെക്കുറിച്ച് എപ്പോഴും ഓർമ്മിക്കും. തൻ്റെ ഭക്തർക്ക് അവൻ ആഹാരം കൊടുക്കും. ഹബക്കുക്കിനെ പൊക്കിയെടുത്ത് ബാബിലോണിലെ സിംഹക്കൂട്ടിൽ കൊണ്ട് നിർത്തി ദാനിയേലിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് ദൈവം പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവൻ്റെ ആവശ്യങ്ങളെ അവൻ അറിയുന്നതിന് മുമ്പ് ദൈവം അറിയും. യെശയ്യായിലൂടെ കർത്താവ് പിന്നെ അരുളി ചെയ്യും, വിളിക്കും മുമ്പേ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും, ചോദിക്കും മുമ്പേ ഞാൻ നിനക്ക് ഉത്തരം തരും. ആരുടെ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? പ്രാർത്ഥനയിൽ മുട്ടുകുത്തുന്നവൻ്റെ ചെറിയ കാര്യം പോലും ദൈവത്തിൻ്റെ ഓർമ്മയായി മാറുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ തിരുവെഴുത്തിൻ്റെ താളുകളിലിരുന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? എവിടെയായാലും, ഏത് രാജ്യത്തായാലും, ഏത് നാട്ടിലായാലും, ആരും കാണുന്ന ഇടത്തായാലും കാണാത്ത ഇടത്തായാലും പ്രാർത്ഥിക്കാൻ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ നിന്നെ ദൈവം മറക്കുന്നത് എങ്ങനെയാണ്? കർത്താവായ ഈശോയെ, പ്രാർത്ഥനയുടെ പാഠം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണമേ. പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഈശോയെ നീ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.